മത്തായി സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശക്തിയോടെ ശബ്ദമുയർത്തി വായിച്ച് അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയെയും അവൻ്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. പാരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. 3-ാം വാക്യം ഒരിക്കൽ കൂടെ ആദ്യ ഭാഗം. യഹൂദ താമാറിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു. ഒരിക്കൽ കൂടെ വായിച്ചു. എന്താണ്? ആരിൽ? യഹൂദ താമാറിൽ. താമാറിൽ അതാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി പോകുന്നത്. യേശു കർത്താവിൻ്റെ വംശാവലിയിൽ 5 സ്ത്രീകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ 5 ആഴ്ചകളിൽ ആ 5 ക്യാരക്ടേഴ്സിനെയാണ് നാം ദൈവകൃപയാൽ ധ്യാനിപ്പാൻ വേണ്ടി പോകുന്നത്. ബൈബിളിൽ ഒത്തിരി പേരുണ്ട്. നാട്ടിൽ ഒത്തിരി പേര് ഉള്ളതുപോലെ ബൈബിളിൽ ഒത്തിരി പേരുണ്ട്. പുതിയ നിയമം 1-ാം അധ്യായം തുറക്കുമ്പോൾ തന്നെ 73 പേരെയാണ് ഒറ്റ അധ്യായത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ബൈബിൾ പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ 73 പേരെക്കുറിച്ചാണ് സ്തോത്രം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സ്തോത്രം 42 പേരാണ് കർത്താവ് യേശുവിൻ്റെ വംശാവലിയിൽ പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവിൻ്റെ വംശാവലിയിൽ എത്ര പേരെ പറഞ്ഞിരിക്കുന്നു? പറ. 42 പേരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പിതാക്കന്മാരുണ്ട്. പാട്രിയോട്സ്, പിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അതറിയത്തില്ലയോ? കമോൺ. അബ്രഹാം, ഞാൻ തിരുവനന്തപുരത്താണ്. ഓക്കെ, ഒരിക്കൽ കൂടെ. ആരാ? സ്തോത്രം. ആ പിതാക്കന്മാർ ആരൊക്കെയാണ്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. പിതാക്കന്മാർ ആ വംശാവലിയിൽ സ്തോത്രം ഉൾപ്പെട്ടിരിക്കുന്നു. ശക്തന്മാരായ രാജാക്കന്മാരും ആ ലിസ്റ്റിലുണ്ട്. ദാവീദ്, ശലോമോൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാരും ആ ലിസ്റ്റിലുണ്ട്. വളരെ അവരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധരായ ലാൻഡ് ലോഡ്സ് ആയിരുന്ന സ്തോത്രം ബോബസ് പോലെയുള്ള ആൾക്കാർ ആ വംശാവലിയിലുണ്ട്. പിതാക്കന്മാരുള്ള ലിസ്റ്റിൽ, രാജാക്കന്മാരുള്ള ലിസ്റ്റിൽ, സ്തോത്രം പ്രസിദ്ധന്മാരും ഇൻഫ്ലുവൻസ് സ്വാധീനമുള്ളവരുടെ ലിസ്റ്റിൽ 5 പെണ്ണുങ്ങൾ കയറി പറ്റിയിരിക്കുന്നു. 5 സ്ത്രീകൾ ആ ലിസ്റ്റിൽ കയറി പറ്റിയിരിക്കുന്നു. തോന്നുന്നില്ലേ? നടക്കത്തില്ലേ? സംഭവിക്കത്തില്ലേ? പലരും മാറ്റി നിർത്തിയ നിന്നെ, പലരും തഴഞ്ഞ നിന്നെ, പലരും നിന്നെ നോക്കി വിരൽ ചൂണ്ടി കൊള്ളത്തില്ലെന്ന് പറഞ്ഞ നിന്നെ ആർക്കും മായ്ക്കാനും മറയ്ക്കാനും കഴിയാത്ത രീതിയിൽ ചില ലിസ്റ്റിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് എഴുതി ചേർപ്പാൻ വേണ്ടി പോകുന്നു. മതി, ആശീർവാദം പറഞ്ഞു വിടാമെന്ന് തോന്നുന്നു. ആ ഒറ്റ സെൻറ്റൻസ് മതി. പലരും നിന്നെ മാറ്റി നിർത്തിയെങ്കിൽ, പലരും തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ എന്ന് ട്രീറ്റ് ചെയ്തു എങ്കിൽ, കൊള്ളത്തില്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ദൈവം പറയും, ഇല്ല മക്കളെ, ഞാൻ നിന്നെ മാനിക്കും. ഞാൻ നിന്നെ മാനിച്ചിരിക്കും. 5 ലേഡീസിനെ, 5 മാതാക്കളെ കർത്താവ് ആ ലിസ്റ്റിൽ സ്തോത്രം എഴുതി ചേർത്തു. ഇത് പ്രസംഗിക്കുന്നത് റിലിജിയൻ, മതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഇഷ്ടമല്ല. മതത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഇത് ഇഷ്ടമല്ല. കാരണം മതം എപ്പോഴും തുലാസും സ്കെയിലും കൊണ്ടാണ് ചർച്ചിൽ വരുന്നത്. മതം സ്കെയിലും തുലാസും കൊണ്ടാണ് വരുന്നത്. സ്തോത്രം പറയണ്ട, കേട്ടിരുന്നാൽ മതി. മറ്റുള്ളവനെ അളക്കുവാൻ, മറ്റുള്ളവരെ തൂക്കുവാൻ, മറ്റുള്ളവരെ അളക്കുന്നവരെ, മറ്റുള്ളവരെ തൂക്കുന്നവരെ എറിഞ്ഞുകളാ. അത് സ്തോത്രം മതമാണ്. മറ്റുള്ളവനെ വിധിക്കുവാൻ, മറ്റുള്ളവനെ അളക്കുവാൻ, മറ്റുള്ളവനെ തൂക്കുവാൻ നിന്നെ ആരാ നിയോഗിച്ചേ? വേദപുസ്തക നാളുകളിൽ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. വേദപുസ്തക നാളുകളിൽ സ്ത്രീകളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ പോലെ, 2ാം തരത്തിൽപ്പെട്ടവരെ പോലെ, അല്ലെങ്കിൽ അടിമകളെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. വേദപുസ്തക നാളുകളിൽ മക്കളെ
ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കുന്ന മക്കളെ പ്രസവിക്കുന്ന ഒരു ഉപകരണം. ദാറ്റ്സ് ഓൾ. അത്രമാത്രമായിരുന്നു സ്ത്രീകൾക്ക്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, സ്ത്രീക്ക് വാല്യൂ ഇല്ല എന്നുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ, സ്തോത്രം, അതെ, ഹനൂക്ക ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്, വെളിച്ചങ്ങളുടെ ഉത്സവത്തിൻ്റെ ദിനത്തിൽ യേശുദാ ദേവാലയത്തിലേക്ക് കയറിപ്പോകുമ്പോൾ അകത്തൊരു വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൻ്റെ ഉത്സവം ആചരിക്കുന്ന ദിവസത്തിൽ ലോകത്തിൻ്റെ വെളിച്ചം ദേവാലയത്തിലേക്ക് കയറിപ്പോകുമ്പോൾ ഇരുട്ടിൽ ചെയ്ത പ്രവൃത്തിയുമായി ഒരു പെണ്ണിനെ പിടിച്ചിട്ട് വന്നു. സ്തോത്രം, ഇവൾ വ്യഭിചാരം ചെയ്തവളാണ്, ഇവളെ ഞങ്ങൾക്ക് കല്ലെറിയണം. എന്തൊരാഗ്രഹം, എന്തൊരു ഡിഗ്രി. അവളെ തെറ്റുകാരിയാണ്, ഇവളെ ഞങ്ങൾക്ക് കല്ലെറിയണം. ചിലരുടെ ഹോബിയാണ് കല്ലെറിയുന്നത്, ചിലരുടെ ഹോബിയാണ്. എൻ്റെ കണ്ണീ നോക്ക്, എനിക്ക് ദൈവം നല്ല ഉണ്ട കണ്ടു തന്നത് എല്ലാവർക്കും കാണാനാ. നോക്ക്, കുനിഞ്ഞിരിക്കാതെ. പെണ്ണ് കാണാനല്ലല്ലോ നമ്മൾ വന്നേ, സഭായത്തിനാണല്ലോ. ഇത് മ്യൂസിയല്ല. നീ നന്നാകാൻ, നിന്റെ വീട് നന്നാകാൻ, നിന്റെ തലമുറ നന്നാകാൻ മറ്റുള്ളവരെ കല്ലെറിയല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരെ കല്ലെറിയുന്ന നമുക്ക് ഡിഗ്രി ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, PhD ഉണ്ട്, പോസ്റ്റ് PhD ഉണ്ട്. കല്ലെറിവാൻ സമൂഹത്തിൽ ആ പെണ്ണിനെ കൊണ്ടുവന്ന് കല്ലെറിവാൻ വേണ്ടി നിർത്തി. സ്തോത്രം. എന്താ കുറ്റം? ആ വ്യഭിചാരം ചെയ്തോ. റിയലി? നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വ്യഭിചാരം ചെയ്തോ? ഒക്കെ ഒറ്റയ്ക്കിരുന്ന് വ്യഭിചാരം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇവളെ കൂടെ വേറൊരു കഥാപാത്രം ഉണ്ടല്ലോ, ഇവളെ കൂടെ വേറെ ഒരുത്തം കൂടെ ഉണ്ടല്ലോ. അവൻ എന്ത് ചെയ്യും? അവനും ഫ്രണ്ടിൽ കല്ലുമായിട്ട് നിൽക്കുക. ഇതാണ് ലോകം. നിന്നെ യൂസ് ചെയ്ത ശേഷം, നിന്നെ തകർക്കുന്ന ലോകം, നിന്നെ ഉപയോഗിച്ച ശേഷം നിന്നെ വലിച്ചെറിയുന്നതായ ലോകം. എന്നാൽ ഞാൻ ഒത്തിരി അനുഭവിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഉയർത്തിയ കല്ലിനും പെണ്ണിനും മധ്യത്തിൽ ഒരുവൻ ഇറങ്ങി നിന്ന് ഈ പ്രകാരം പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവരെ കല്ലെറിയട്ടെ. ഇന്നും തിരുവനന്തപുരത്തിന്റെ തെരുവിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ഗർജിക്കുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ഹല്ലേലൂയ. സോ അവനെയും ചേർത്താ കല്ലെറിയണ്ടേ? ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, ഞങ്ങൾ പെണ്ണിനെ കല്ലെറിയത്തുള്ളൂ. ഇന്നും SATയുടെ വാതിക്കൽ, ശ്രീ അവിട്ടം തിരുനാൾ അല്ലേ, SATയുടെ വാതിക്കൽ അല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ വാതിക്കൽ അകത്ത് നിലവിളിയോടെ അമ്മമാർ പ്രസവിക്കുമ്പോൾ, കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ആ നടന്നു കേട്ടോ. പക്ഷേ ആ ടവലിൽ പൊതിഞ്ഞ് നേഴ്സ് ആ കുട്ടിയെ പുറത്ത് കൊണ്ടുവരുമ്പോൾ നേഴ്സ് മോളാ കേട്ടോ. എന്തുവാ പറഞ്ഞേ, നന്നാ പറഞ്ഞേ. അപ്പ് പെണ്ണ. പെണ്ണ്. ചില വീടുകളിൽ പെണ്ണിന് സ്ഥാനമില്ല. ചെറുക്കന് പാലിൽ ബൂസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോൾ, കലക്കി കൊടുക്കുമ്പോൾ ചെറുക്കന് അവൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്ന രീതിയിൽ ചെറുക്കന് ബൂസ്റ്റിട്ട് കൈ ഉയർത്തണ്ടേ, കേട്ടിരുന്നാൽ മതി. കമാ, അടുത്ത ആഴ്ച വരണേ, പിണങ്ങല്ലേ, ഞാൻ പണിയാനാണേ നിൽക്കുന്നത്. ചെറുക്കന് ബൂസ്റ്റിട്ട് കലക്കി കൊടുക്കുമ്പോൾ പെണ്ണിന് വേണേ അവിടെ കട്ടൻ ചായ ഉണ്ട് എന്ന് പറയുന്ന വീടുകളുണ്ടെങ്കിൽ ആഴമായ പരിവർത്തനം നിനക്ക് ആവശ്യം. കാരണം ഈ പുസ്തകത്തിൽ ഈ സബ്ജക്റ്റ് സ്ഥാപിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, യുവർ ഗേൾസ് ആർ യുവർ പേൾസ്. അല്ല ബ്രദറെ, ഞങ്ങൾക്ക് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നാരെങ്കിലും പറയുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, താങ്ക് ഗോഡ് ഫോർ യുവർ ബോയ്സ്. നിങ്ങൾക്ക് ബോയ്സ് ഉണ്ടെങ്കിൽ എങ്ങാണ്ട് മരുമകളെയല്ല, ഏതോ ഒരു മകളെ ദൈവം ഒരുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ അകപ്പേ ലവ്, ദൈവസ്നേഹമുള്ള വീട്ടിൽ
മക്കൾ മാത്രമേ ഉള്ളൂ, മരുമക്കൾക്ക് പ്രവേശനം ഇല്ല. എല്ലാവരും പ്രാർത്ഥിക്കുന്നവർ ആമേൻ പറഞ്ഞാണ്. വേദപുസ്തക നാളുകളിൽ ലേഡീസിന്, സഹോദരിമാർക്ക് യാതൊരു പ്രാധാന്യം ഇല്ലാതിരുന്ന സമയത്ത് കൃപയാൽ, എണിയാലല്ല കൃപയാൽ, ഡിഗ്രിയാലല്ല കൃപയാൽ, സൗന്ദര്യത്താലല്ല കൃപയാൽ, മാർഗിനാലല്ല കൃപയാൽ, ടാലന്റിനാലല്ല കൃപയാൽ 5 പേർ ഒരു ലിസ്റ്റിൽ കയറി പറ്റിയെങ്കിൽ കൃപയാൽ, ദൈവ കൃപയാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു സർപ്രൈസ് ആകത്തക്ക ക്രമത്തിൽ ഈ വർഷത്തിന്റെ അവസാന നാളുകളിൽ ചില ലിസ്റ്റിൽ നിന്റെയോ നിന്റെ കുട്ടിയുടെയോ പേര് ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. മൂന്ന് പേരെ തോളിൽ തൊട്ട് സഹോദരന്മാരോട് ചുമ്മാതല്ല, ആത്മാർത്ഥമായി അവരുടെ കണ്ണിൽ നോക്കി പ്രവചിച്ച് പറയണം. ആത്മാർത്ഥമായി പ്രവചിച്ച് പറയണം, അടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട്. പറഞ്ഞേ, ആത്മാർത്ഥമായി പറഞ്ഞേ, അടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. അടുത്ത ലിസ്റ്റിൽ പറ മക്കളെ, 3 പേരെ, ഒന്നല്ല 3 പേരെ, എണ്ണാൻ അറിയത്തില്ലയോ? 3 പേര് അടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉണ്ട്. അതാണ് ഈ ദൂതിൻ്റെ സംഗ്രഹം. ഇൻ ദ നെയിം ഓഫ് ജീസസ് അടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട്. വാതിലുകളെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അടുത്ത ലിസ്റ്റിൽ നിന്റെ പേര് ഉണ്ടായിരിക്കും. അവർക്ക് നിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. നിനക്കൊണ്ട് ഞാൻ എടുത്തോളാത്. അവർക്ക് നിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം കിങ്ഡത്തിൽ നീ ഒരു കുറ്റിച്ചെടിയല്ല, നീ ഒരു വലിയൊരു ആൾ വൃക്ഷം പോലെ. അവൻ നിന്നെ പടർത്തി വളർത്തി നിർത്തുന്നത് കൊണ്ട്, അവൻ നിന്നെ പടർത്തി വളർത്തി വേലി കെട്ടി നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്നെയും നിന്റെ തലമുറയും കാട്ട് പന്നി തിന്നാതെ, ദുഷ്ടമൃഗം കാണാതെ, ഹാലരിയ ചെറു കുറുക്കന്മാർ തൊടാതെ നിനക്ക് ചുറ്റും വേലി കെട്ടി കർത്താവ് സംരക്ഷിച്ച് നിന്നെ വളർത്തുന്നത് കൊണ്ട് ഈ തോട്ടത്തിൽ നീ തലയെടുപ്പോടെ നിൽക്കും. അവർക്ക് നിന്നെ അവോയ്ഡ് ചെയ്യാൻ കഴിയത്തില്ല. ഈ ലിസ്റ്റിൽ ഈ സഹോദരിമാർ കയറി പറ്റിയപ്പോൾ ആദ്യം അതിശയം തോന്നി. പിന്നെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇന്നലകളിൽ വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഇവണ്ണമായിരിക്കുന്നത്. ഇന്നലെ വില കൊടുത്തത് കൊണ്ട് ഇന്നിങ്ങനെയായെങ്കിൽ ദൂത്, ഇന്ന് വില കൊടുക്കുന്നത് എങ്ങനെയാണോ അവണ്ണമാണ് നാളെ നീ ആകുവാൻ വേണ്ടി പോകുന്നത്. നിന്റെ ഭാവിയെ തീരുമാനിക്കുന്നത് ഇന്നാണ്. കേട്ടവൻ ആമേൻ പറഞ്ഞേ. So not because of their beauty but because of their brokenness. അവിടെ സൗന്ദര്യം കൊണ്ടല്ല, പക്ഷെ അവിടെ ഹൃദയത്തിൻ്റെ തകർച്ച കൊണ്ട് ദൈവം അവരെ മാനിച്ചു. ഹൃദയ തകർച്ച കാണുന്ന ഒരു സ്കാനിങ്ങോ എക്സ്റേയോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറോ ഈ സിറ്റിയിലില്ല. പക്ഷേ തകർന്ന ഹൃദയത്തെ കാണുന്ന അഗ്നിജാലയ്ക്കകത്ത കണ്ണോട് കുടിവനായ ഒരു കർത്താവ് ഈ ഹാളിൽ നടക്കുന്നുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. ഒരിക്കൽ കൂടെ, ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥൻ. മക്കളെ നോക്കിയിരുന്നേ, സ്തോത്രം. നോട്ട് ബിക്കോസ് ഓഫ് ദെയർ ബ്യൂട്ടി ബട്ട് ബിക്കോസ് ഓഫ് ദെയർ ബ്രോക്കൺനെസ് ദ ലോർഡ് ഓണേർഡ് ദം. ദൈവം അവരെ മാനിച്ചു. തകർന്നവരും ഉടഞ്ഞവരും ഉണ്ടെങ്കിൽ ഭയങ്കരമായ അപ്പച്ചൻ തന്നെ മാനിക്കുവാൻ പോകുന്നു. കരങ്ങളെ ഉയർത്തി പറ, എൻ്റെ ദൈവം ആർക്കും, അങ്ങനെയല്ല, നന്നായിട്ട് പറഞ്ഞു, എൻ്റെ ദൈവം ആർക്കും എനിക്കും കടക്കാരനല്ല. നല്ല രാമൻ പറഞ്ഞേ, സ്തോത്രം. കൃപയാൽ ഈ 5 പേർ ഈ ലിസ്റ്റിൽ കയറി പറ്റി. കൃപയാൽ ആ പെട്ടകത്തിൽ നോഹിയും കുടുംബത്തിനും കയറാൻ പറ്റി. കൃപയാൽ മക്കൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞവൻ
ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണിയാലൊടുങ്ങാത്ത സന്താനത്തിന് പിതാവായി, കൃപയാൽ പേര് പോലും പറയാൻ കഴിയാത്തവൻ രാജ്യങ്ങളുടെ പ്രവാചകനായി, കൃപയാൽ പേടിത്തൊണ്ടൻ പരാക്രമശാലിയായി, കൃപയാൽ ബാക്കി ആർക്കുമില്ലാത്ത കൊയ്ത്ത് ഇസഹാക്കിന്റെ വയലിനുണ്ടായി, കൃപയാൽ വേറെ ആർക്കുമില്ലാത്ത ഇസ്രായേലിന്റെ ഉയർച്ച യാക്കോബ് അനുഭവിച്ചു, കൃപയാൽ അന്യദേശത്ത് യോസെഫ് ഒരു പ്രധാനമന്ത്രിയായി, കൃപയാൽ ഇടയന്റെ വീട്ടിൽ നിന്ന് ഒരു ചക്രവർത്തി പൊങ്ങി വന്നു, കൃപയാൽ 17,000 അടിമകൾ പോയ സ്ഥാനത്ത് ഒരുത്തൻ മാത്രം ഗവർണർമാരുടെ ഗവർണർ ആയിത്തീർന്നു, കൃപയാൽ the persecutor of the church, സഭയെ ഉപദ്രവിച്ചവൻ വെളിപ്പാടുകളുടെ അപ്പോസ്തലനായി 13 ലേഖനങ്ങൾ എഴുതി. അങ്ങനെ കൃപ അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, കൃപയാൽ. നാം വിളിച്ചു പറഞ്ഞു അല്പനേരം മുമ്പ്, കൃപയുള്ളവനെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. അയ്യോ, ഇത് വേറെ വല്ലയിടത്തും പോയി പറയണമായിരുന്നു. കൃപയുള്ളവനെ തടയുവാൻ ഒരു പർവ്വതത്തിനും കഴിയത്തില്ല. കൃപയുണ്ടോ? കൃപയുള്ളവൻ ജീവിതകാലം മുഴുവൻ മുന്നേറിക്കൊണ്ടിരിക്കുക. കേട്ടവർ ആമേൻ പറ. ഞാൻ കഥയല്ല പറഞ്ഞ, ഞാൻ നിന്റെ ചരിത്രം പറയുന്നത്, നിന്റെ ലൈഫാ പറയുന്നത്. കൃപയുള്ള നീ ഒരു ദിവസം പോലും സ്റ്റാഗ്നന്റ് അല്ല. മാർച്ചിങ് ഫോർവേഡ് ആർമിയായി, എവർ ഇൻക്രീസിംഗ് ഫെയ്ത്തുമായി, എവർ ഗ്രീനായി. ഹല്ലേലൂയ. ദൈവകൃപയാൽ നീ മുന്നേറും. നിന്റെ ഡിഗ്രി അല്ല, നിന്റെ സൗന്ദര്യമല്ല, നിന്റെ കുടുംബമല്ല, ദൈവത്തിന്റെ കൃപയാൽ. സോ ഈ 5 സഹോദരിമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. അവർ വന്നതായ ഫാമിലി, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സ്പിരിച്വൽ ഫാമിലി, ആരാധനയുടെ കുടുംബം, സാക്രിഫൈസ്, യാഗങ്ങളുടെ കുടുംബം, ആൾട്ടർ, യാഗപീഠം ഉണ്ടാക്കിയ കുടുംബം. ആ ദേശത്തെ കാലത്ത് എവിടെയൊക്കെ ആൾട്ടർ ഉണ്ടോ, എവിടെയൊക്കെ യാഗപീഠം ഉണ്ടോ, എവിടെയൊക്കെ യാഗപീഠം ഉണ്ടോ അതുവഴി അബ്രഹാം പോയിട്ടുണ്ട്. ഓ കമാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എവിടെയൊക്കെ ആരാധനയുണ്ടോ അതുവഴി അപ്പച്ചന്മാർ പോയിട്ടുണ്ട്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവിടെ ഉച്ചയ്ക്ക് ശേഷം മറ്റേ സിനിമയുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. എവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവരുടെ കൈയടിക്കുന്ന സ്വരമുണ്ട്, അവിടെ പ്രാർത്ഥനയുടെ സ്വരമുണ്ട്, അവിടെ ആരാധനയുടെ സ്തുതിയുടെ സ്വരമുണ്ട്. ഒരു ദിവസം കുമ്മനാടിലൂടെ, പ്രോബ്ലി ഒരു 20 വർഷം മുമ്പ്, കുമ്മനാടിനരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിൽ കേൾക്കുന്നു, ഇന്നു പകൽ മുഴുവൻ കരുണ. വേറൊരു വീട്ടിൽ കേൾക്കുന്നു, യേശു നല്ലവൻ. ഒരു 50 മീറ്റർ അപ്പുറത്ത് വേറൊരു വീട്ടിൽ വേറൊരു പാട്ട് കേൾക്കുന്നു. വേറൊരുത്തി വന്നപ്പോഴേക്കും ഒരു അപ്പച്ചൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒരു സ്ട്രീറ്റിലാണ് 4-5 വീടുകളുടെ പ്രാർത്ഥന. അതാണ് കുമ്പനാട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? കുമ്പനാട് ഒരു ബാറില്ല. ഉറങ്ങിയിരുന്ന ഏതോ അണ്ണൻ ഞെട്ടി. എൻ്റെ വീടിലെ രഹസ്യം, എൻ്റെ അലമാരയുടെ രഹസ്യം ഇയാൾ എങ്ങനെയാണ് അറിഞ്ഞത്? കത്രമേശ കഴിക്കാനാണോ നീ വന്നേ? സൂക്ഷിച്ചോ വാണേ, കാരണം ഇത് എൻ്റെ മേശയല്ല, ഇത് കർത്താവ്, വിശുദ്ധനായ കർത്താവിൻ്റെ മേശയാ. കുമ്പനാട് എന്തില്ല? ബാറില്ല. വേറെ ഒരു കാര്യം കൂടെ ഇല്ല. സ്തോത്രം. അത് കേൾക്കുമ്പോൾ ഒത്തിരി പേർക്ക് ദുഃഖമായും. ബാറില്ല. 2 സിനിമാ തിയേറ്ററില്ല. കുമ്മനാട് ബാറില്ല, കുമ്മനാട് സിനിമാ തിയേറ്ററില്ല. നിൻ്റെ വീട് സിനിമാ തിയേറ്റർ ആകല്ല. നിൻ്റെ വീട് നുണ പറയുന്ന പരിപാടിയാകല്ല. നിൻ്റെ വീട് സ്തുതി ആരാധനയുടെ ഭവനമാകട്ടെ. സോ ഞാൻ പറഞ്ഞു വന്നത് സ്പിരിച്വൽ ഫാമിലി. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. സ്തോത്രം. ആ 3 തലമുറ, 1, 2, 3. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, സ്പിരിച്വൽ ഫാമിലി. പക്ഷെ 4ാം തലമുറ വന്നപ്പോഴേക്കും ആത്മീയ അപ്പോസ്റ്റസി, ആത്മീയ അരാജകത്വത്തിലേക്ക് അവർ കുപ്പുകുത്തി. സ്തോത്രം. 4ാമത്തവനാണ് യഹൂദ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 4ാം തലമുറയായി യോസെഫിൻ്റെ 4ാമത്തെ സഹോദരനായി വന്നത് സ്തോത്രം യഹൂദയാണ്. മൂത്തവൻ്റെ പേര് നിങ്ങൾക്കറിയാം, സ്തോത്രം രൂബേൻ, ശിമിയോൻ. 3ാമത്തവൻ ലേവി, 4ാമത്തവൻ യഹൂദ. എന്തുകൊണ്ടാണ് ഒന്നാമത്തവൻ മാറിയിട്ട് 1ാമത്തവൻ യഹൂദ മേലെ വന്നത്? അത് വേറൊരു പ്രസംഗം. സ്തോത്രം. എനിക്ക് തൊടാൻ നേരമില്ല. പക്ഷേ യഹൂദ നല്ല മനുഷ്യനല്ല. നോ,
യഹൂദ ഒരിക്കലും നല്ലവനല്ല. സഹോദരന്മാരെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് യഹൂദ. സ്തോത്രം. സഹോദരന്മാരെ പറ്റി ഞങ്ങളൊക്കെ സ്തോത്രം പലരും പലയിടത്ത് വിളിക്കാറുണ്ട്. 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് സ്തോത്രം അപ്പം മാത്രം പെട്ടെന്ന് വരണം, അടുത്ത ഫ്ലൈറ്റിന് പെട്ടെന്ന് പോകണം. സ്തോത്രം. ഏതൊക്കെയോ സഹോദരന്മാരെ വിറ്റ് പൈസയാക്കുന്നെങ്കിൽ ആ മെൻറ്റാലിറ്റിയാണ് സ്തോത്രം യഹൂദ. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞ് ഹല്ലേലൂയ. നിന്നെ ഇഷ്ടമല്ല, നിൻ്റെ ശുശ്രൂഷ മാത്രം മതി, പിഴിഞ്ഞെടുത്തിട്ട് അത്. സോ എക്സാക്ട്ലി അത് തന്നെയാണ് സ്തോത്രം ആർക്ക് സംഭവിച്ചത്. യോസെഫിൻ്റെ കേസിൽ യഹൂദ ചെയ്തത്. യോസെഫിനെ അന്യദേശത്തേക്ക് വിൽക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തത് യഹൂദയായിരുന്നു. ഒരിക്കൽ കൂടെ, യോസെഫിനെ മിസ്രൈമിലേക്ക് വിൽക്കാൻ സ്തോത്രം ഇനിഷ്യേറ്റീവ് എടുത്തത് സ്തോത്രം അതെ ആ കാര്യം ചെയ്തത് യഹൂദയായിരുന്നു. മാത്രമല്ല വേദപുസ്തകം പറയുന്നു സ്തോത്രം യോസെഫിനെ അന്യദേശത്തേക്ക് വിറ്റിട്ട് ഒരു മൃഗത്തെ കൊന്ന് യോസെഫിൻ്റെ കോട്ട് ഓഫ് മെനി കളേഴ്സ്, പല നിറത്തിലുള്ള അങ്കിയെ അതെ ആ മൃഗത്തിൻ്റെ രക്തത്തിൽ ഇങ്ങനെ ചാലിച്ച് അല്ലെങ്കിൽ ആ രക്തത്തിൽ ഇങ്ങനെ പുരട്ടി അപ്പൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിടാൻ സ്തോത്രം ഏറ്റവും പ്രധാന കണിയായിരുന്നത് ഈ സ്തോത്രം ആരാണ്? യഹൂദയായിരുന്നു. എന്നിട്ട് ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തത്. നിങ്ങൾ ഉൽപ്പത്തി 37:32 വായിക്കുമ്പോൾ പാപ്പ ഒന്ന് നോക്കണേ, ഇതാരുടെയെന്നൊന്ന് നോക്കണേ, ഇതാരുടെയെന്ന് നോക്കണേ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡയറക്റ്റ് മെസ്സേജ് കൊടുക്കാതെ വളച്ചു കെട്ടി സംസാരിക്കുന്നത്. വളച്ചു കെട്ടി സംസാരിക്കാൻ മിടുക്കരാരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, നീ വിതയ്ക്കുന്നത് കൊയ്യും. ഞാൻ പറയാം കാരണം എൻ്റെ കർത്താവ് വളച്ചു കെട്ടി സംസാരിക്കത്തില്ല. നേരെ പോ. അവൻ മൃഗത്തെ കാണുമ്പോൾ പല്ലും, പക്ഷിയെ കാണുമ്പോൾ ചിറകുമല്ല. സ്തോത്രം. അവന് മുഖം മൂടി ഭയങ്കര കറുവ. എൻ്റെ കർത്താവിന് മുഖം മൂടി ഭയങ്കര കറുവ. അടുത്തിരിക്കുന്ന തൊട്ട് പറ, കൊറോണ മാറി. പെട്ടെന്ന് പറഞ്ഞേ, കൊറോണ മാറി. അർത്ഥം മുഖം മൂടി വേണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പരീശന്മാർക്ക് ഇട്ട് കർത്താവ് കൊടുത്തത്. കാരണം അവന് വെളിയിൽ ഭക്തിയുള്ളൂ, അകത്ത കുഞ്ഞാമ കുശുമ്പ് കുതികാൽ വെട്ട് കുറ്റം പറച്ച് കൈയുയർത്തണ്ട പ്ലീസ്. സ്തോത്രം. സഹോദരനെ വിറ്റു എന്ന് മാത്രമല്ല വളച്ചു കെട്ടി പറഞ്ഞു, പാപ്പ ഒന്ന് നോക്കിക്കൊള്ളണേ, ഈ കോട്ട് ആരെയെന്ന് നോക്കണേ. പാപം നരച്ച തലയുള്ള മുഖത്ത് ചുളി വീണ യാക്കോബ് ആ കോട്ടിനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ അയ്യോ എനിക്കറിയാം, ഞാനല്ലയോ എൻ്റെ ചെറുക്കന് ഇത് കൊടുത്തത്. അപ്പം ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. പിതാക്കന്മാരെ കരയിപ്പിച്ചിട്ടുള്ള ആരോ എന്നെ കേൾക്കുന്നു. അമ്മയെ കരയിപ്പിച്ചിട്ട് ആരോ വന്നിട്ടുണ്ട്. അപ്പനെ കരയിപ്പിച്ചിട്ടുള്ള ആരോ എന്നെ കേൾക്കുന്നു. നല്ലതാകണമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഈ പുസ്തകത്തിൻ്റെ നന്മയുടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ കൊഴുക്കട്ട തൊണ്ടയിൽ കുരുങ്ങിയതുപോലെ ഇരുന്നിട്ട് കാര്യമില്ല. നീ കെട്ടിയ കെട്ട് നീ അഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പം ഒന്ന് നോക്കിക്കൊള്ളേ ആരെന്ന് പറഞ്ഞു, അയ്യോ എൻ്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കാം. സോ ഇതാണ് യഹൂദ. ഈ യഹൂദ സ്തോത്രം അൻഗോളിയാണ്, ആത്മീയനല്ല. 38-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ വീട്ടിൽ ഇരുട്ട് വീഴുകയാണ്. 37-ാം അധ്യായം വരെ ആ വീട്ടിൽ വെളിച്ചം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് 37-ാം അധ്യായം വരെ യാക്കോബിൻ്റെ വീട്ടിൽ വെളിച്ചം ഉണ്ടായിരുന്നു? അവിടെ വെളിച്ചം ചുമന്ന ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ്റെ പേരാണ് യോസെഫ്. നിന്റെ വീട്ടിൽ പല അനർത്ഥങ്ങൾ മാറിപ്പോയത് പ്രാർത്ഥിക്കുന്ന നീ ആ വീട്ടിലുള്ളത് കൊണ്ടാണ്. നിന്റെ വീട്ടിൽ നിലവിളി പൊങ്ങാത്തത്, നിന്റെ വീട്ടിൽ അച്ചായൻ നന്നായി തലക്കനത്തോട് നടക്കുന്ന അവൻ്റെ മസിൽ പവർ കൊണ്ടല്ല, കുറുപ്രാവ് കുറുകുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറുകുന്ന നീ അവിടെ ഉള്ളത് കൊണ്ടാണ്. യോസെഫ് ജനിച്ചത് തുടങ്ങിയ ഒരു വിടുതലായിരുന്നു. യോസെഫ് ജനിച്ചപ്പോൾ ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ പുറത്തിറങ്ങി. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ല. യോസെഫ് ജനിച്ചപ്പോൾ ആര് ജനിച്ചപ്പോൾ പറഞ്ഞാട്ടെ, യോസെഫ് ജനിച്ചപ്പോൾ ലാബാൻ്റെ കെട്ട് പൊട്ടി. ഗർഭിണികളായിട്ടുള്ള അമ്മമാരാരെങ്കിലും കേൾക്കുന്നോ? നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ മരുമക്കളോ ഈ ദിവസങ്ങൾ ഗർഭിണിയാണെങ്കിൽ അങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു വിടുതലിൻ്റെ പാക്കേജുമായിട്ടായിരിക്കണം ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരേണ്ടത്.
സോ യോസഫ് ജനിച്ചപ്പോഴേക്കും ലാബാന്റെ വീട്ടിൽ നിന്ന് ആ കെട്ടുപൊട്ടി യാക്കോബ് പുറത്തു വന്നു. മാത്രമല്ല അവൻ്റെ മേൽ ഒരു പ്രത്യേക ഗ്രേസ് ഫേവർ ഉണ്ടായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രവാന്തം ഗുണം കഴിയും. യോസഫ് എപ്പോഴാണോ യാക്കോബിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നത്, അവിടുത്തെ ലൈറ്റ് ഓഫായി, അവിടുത്തെ പവർ ഓഫായി. സ്തോത്രം. പവർ കട്ടായി, മിക്സി ഇല്ല, അയൺ ബോക്സ് പ്രവർത്തിക്കത്തില്ല, വാഷിംഗ് മെഷീൻ പ്രവർത്തിക്കത്തില്ല, ലൈറ്റില്ല, ഫാനില്ല, എ സി ഇല്ല എന്നാരാണ്ട് പറയുന്നത് പോലെ ആ വീട് മുഴുവൻ സ്റ്റക്കായി, മുഴുവൻ ഇരുട്ടായി. അതാണ് 38-ാം അധ്യായം. യോസഫ് ഇല്ലാത്തതായ, സ്തോത്രം, യാക്കോബിൻ്റെ വീട്. അർത്ഥം യേശു ഇല്ലാത്ത വീട്, യേശുവില്ലാത്ത ജീവിതം. നിനക്ക് ഡിഗ്രികളുണ്ടായിരിക്കാം, കോടികളുടെ സമ്പാദ്യമുണ്ടായിരിക്കാം, പലരുണ്ടായിരിക്കാം, എന്തൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രയോജനമില്ല. യേശു കൊണ്ടോ നന്മയുണ്ട്. നിനക്ക് വേണ്ടിയത് കോടികളുടെ സമ്പാദ്യമല്ല, വിസയല്ല, പൈസയല്ല. നിനക്ക് വേണ്ടിയത് ശാശ്വതമായ പരിഹാരം. യേശുവാണ് നിനക്ക് വേണ്ടിയത്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സോ ദൈവികത ഇല്ലാത്തതായ ഭവനത്തിൽ ഒരു ദിവസം യഹൂദ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. 38-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ഹീരാം എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് അവനുണ്ടായിരുന്നു. ഹീരാം. വീട്ടിൽ പോയി ബാക്കി വായിച്ചാട്ടെ. ഹീരാം. എല്ലാവരും പറഞ്ഞാട്ടെ ഹീരാം. സ്തോത്രം. ഹീര എന്ന് പേരുള്ളതായ ഒരു ഫ്രണ്ട് അവനുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നീ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നീ സൂക്ഷിച്ചോളണം. നിൻ്റെ ഫ്രണ്ട്സ് ഒന്നുകിൽ നിന്നെ പണിയുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നിന്നെ പൊളിക്കുന്നവരായിരിക്കും. നിൻ്റെ ഫ്രണ്ട്സ് ഒന്നുകിൽ നിൻ്റെ ലക്ഷ്യത്തിൽ നിന്നെ കൈപിടിച്ച് എത്തിക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നിന്നെ ലക്ഷ്യത്തിൽ എത്താതെ തടയുന്നവരായിരിക്കും. നോ. അടുത്തിരിക്കുന്നവർ നോക്കി ചോദിച്ചാട്ടെ, റൈറ്റ് ഫ്രണ്ടാണോ റോങ് ഫ്രണ്ടാണോ? ചോദിക്ക്. സ്തോത്രം. റൈറ്റ് ഫ്രണ്ടാണോ റോങ് ഫ്രണ്ടാണോ? സ്തോത്രം. റൈറ്റ് ഫ്രണ്ട്സ് ആണ് നിനക്ക് വേണ്ടിയത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഏത് പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സ്വാധീനിക്കും. അതുകൊണ്ട് നിനക്ക് വേണ്ടിയത് പൊളിക്കുന്ന ഫ്രണ്ട്സിനെയല്ല നിനക്ക് വേണ്ടിയത്, നിനക്ക് പണിയുന്ന ഫ്രണ്ട്സിനെയാണ് നിനക്ക് വേണ്ടിയത്. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. ഹീരായുടെ ഇൻഫ്ലുവൻസ് യഹൂദ എന്ന 4ാം തലമുറ ആത്മീയന്മേൽ, സ്തോത്രം, തെറ്റായി കടന്നു വന്നു. ആ ആത്മീയതയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട്, സ്തോത്രം, അവരുത കനാന്യരുടെ നാട്ടിലേക്ക് കടന്നുപോയി കനാന്യ പെണ്ണിനെ കല്യാണം കഴിച്ചു. സ്തോത്രം. കനാന്യ പെണ്ണിനെ കല്യാണം കഴിച്ചു. കേൾക്കണം. ഈ യഹോവയെ വിശ്വസിക്കാത്ത, യഹോവയാം ദൈവത്തെ ആരാധിക്കാത്ത, യഹോവയാം ദൈവത്തെ സേവിക്കാത്തതായ ഒരു അന്യദേശക്കാരിയെ കല്യാണം കഴിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മീയരാണ് എങ്കിൽ യേശുവുള്ള സ്നാനപ്പെട്ട പരിശുദ്ധ ആത്മാവിൽ പറഞ്ഞാൽ വേർപെട്ട ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ മാത്രമേ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കഴിയത്തുള്ളൂ. നിങ്ങൾ സ്വോത്രം പറഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി. നിങ്ങൾ ആത്മീയരെന്ന് ഞാൻ പറയുന്നത് സെക്കൻഡ് സർവീസിനോ തേർഡ് സർവീസിനോ വന്നോ നിങ്ങൾ കുതിരച്ചാട്ടം ചാടുമ്പോഴല്ല, നിങ്ങൾ ബഹളം വയ്ക്കുമ്പോഴല്ല, നിങ്ങൾ കൈയടിക്കുമ്പോഴല്ല, പല്ലിയുടെ വാല് മുറിഞ്ഞു എന്ന് നിങ്ങൾ ദർശനം കാണുമ്പോഴല്ല. അതേ സ്തോത്രം. പാറ്റിയെ പോലെ ചിറകമുളച്ചു എന്ന ഭൂതത്തെ നിങ്ങൾ അതേ ദർശനം കാണുമ്പോഴല്ല. ഇതൊന്നുമല്ല. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ ആത്മീയതയെ തെളിയിക്കുന്നത്. ജീവിതമുള്ളവരാണെങ്കിൽ ജാതികളെ ഒരിക്കലും പിള്ളേരെ കൊണ്ട് കെട്ടിക്കത്തില്ല. ഭക്തിയുള്ളവരാണെങ്കിൽ, ദൈവികത ഉള്ളവരാണെങ്കിൽ, മേലെയും താഴെയും ഇടതും വലതുമുള്ള ഭൂതമേ അകത്തുപോ എന്ന് പറയുന്ന പാരമ്പര്യക്കാരുടെ വീട്ടിൽ നീ ഒരിക്കലും പിള്ളേരെ കൊടുക്കത്തില്ല. ജാതികളെ കയ്യിൽ പിള്ളേരെ കൊടുക്കത്തില്ല. ഓ കമാൺ. നിന്റെ ഭക്തി ചത്തതല്ല എന്നൊന്ന് തെളിയിക്ക്. നിന്റെ സുവിശേഷം തോറ്റതല്ല എന്നൊന്ന് തെളിയിക്ക്. നാട്ടുകാരെ നന്നാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ജീവിതം ശരിയാക്ക്. ഹീരാം ചെന്ന കനാന്യ സ്ത്രീയെ കല്യാണം കഴിച്ചു. സ്തോത്രം. അതിലൊരു ചെറുക്കനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു ഏർ. എല്ലാവരും പറഞ്ഞാട്ടെ എന്താണ്? അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ നീട്ടിയൊന്ന് പറഞ്ഞേ. ഒരു തൊഴുത്തിലിരിക്കുന്ന ഒരു പ്രതീതി നിങ്ങൾക്ക് തോന്നിയില്ലേ? സ്തോത്രം. ഒരു വല്ലാത്ത പേര് ഏർ. നിന്ന് അവന് സ്തോത്രം അതേ പേരിട്ടു. രണ്ടാമത് വേറൊരു മോനുണ്ടായി, ഓനാൻ. പക്ഷെ വേദപുസ്തകം പറയുന്നു, ഞാൻ കഥയല്ല പറയുന്നത്, ലൈഫാണ് പറയുന്നത്. ഏർ നീചനായതുകൊണ്ട്, അഥവാ വിക്കറ്റായതുകൊണ്ട്, ദുഷ്ടനായതുകൊണ്ട് ദൈവം അവനെ കൊന്നു. ഓ, പേടിക്കേണ്ട കാര്യമാണ്. നമ്മൾ തട്ടിപ്പോകാതിരിക്കുന്നെങ്കിൽ കൃപ. നമ്മൾ നല്ലതായത് കൊണ്ടല്ല. ചിലർ വരവും പോക്കും കണ്ടാൽ നമുക്ക് തോന്നും യോവനാണ് ദൈവസഭയുടെ ഹെർക്കുലീസ്. എന്നോ നിന്റെ ഫാസ്റ്റിങ്ങും നിന്റെ പ്രേയറും കൊണ്ടല്ല, നിന്റെ വെള്ള ഉടുപ്പ് കൊണ്ടല്ല, കർത്താവിൻ്റെ ശുദ്ധ കൃപയിലാണ് നീ നിൽക്കുന്നത്. തിരുവനന്തപുരം മണ്ണിലല്ല നീ നിൽക്കുന്നത്. നീ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. സോ വി ഡോണ്ട് നോ ഏറിൻ്റെ ദുഷ്ടത എന്തെന്ന് വേദപുസ്തകം പറയുന്നില്ല. ഐ ഡോണ്ട് നോ. പക്ഷേ അവൻ ദുഷ്ടനായതുകൊണ്ട് ദൈവം അവനെ തട്ടി, അവൻ മരിച്ചുപോയി.
സ്തോത്രം. അൺഗോളിയായ യഹൂദയ്ക്ക് ജനിച്ചത് ദുഷ്ടനായ മകനാണ്. സ്തോത്രം. അൺഗോളിയാണെങ്കിൽ, പിള്ളേർ അൺഗോളിയാണ്, മാതാപിതാക്കൾ പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ ഈ സഭായോഗത്തിന് അറിയാം ഏതൊക്കെ മാതാപിതാക്കളാണ് പ്രാർത്ഥിക്കാത്തത്. ഈ സഭായോഗത്തിൽ നമുക്ക് ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ അറിയാം ഏതൊക്കെ വീട്ടിലാണ് പ്രാർത്ഥനയില്ലാത്തതെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം വീട്ടിൽ ആരാധനയുണ്ടെങ്കിൽ പിള്ളേർ വന്ന് ആരാധനയ്ക്ക് നേരെ ഇരിക്കും. ആരും എന്നെ തുറച്ചു നോക്കുന്ന എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചേ. സ്തോത്രം. അപ്പൻ അൺഗോളിയായതുകൊണ്ട് ദുഷ്ടനായി. നീ വിശ്വാസിയാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിന്റെ മക്കൾ ഒരിക്കലും സ്തോത്രം തൊലയുവാൻ ദൈവം സമ്മതിക്കുകയില്ല. മരിച്ചു. താമാർ പറഞ്ഞു, അയ്യോ ഞാൻ വിധവയായി. പക്ഷെ അന്നൊരു ദേവരധർമ്മം എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റമുണ്ട്. ഒരു സഹോദരൻ മരിച്ചു പോയാൽ അവൻ്റെ സഹോദരൻ ആ സ്ത്രീയുടെ അടുക്കിലേക്ക്, ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോയി ജ്യേഷ്ഠന് വേണ്ടി പിള്ളേരെ ജനിപ്പിക്കണം. ആവർത്തന പുസ്തകം 25 നിങ്ങൾ കടന്നു വന്നപ്പോൾ മോശയുടെ കാലഘട്ടത്തിൽ അത് യഹൂദന്മാരുടെ ഒരു പാർട്ട് ആയി തീർന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു പരീശൻ വന്ന് കർത്താവിനെ കുടുക്കുന്ന ചോദ്യം ചോദിച്ചത്. ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ചിലർ കുടുക്കുന്ന ചോദ്യം ചോദിക്കുന്നത് പോലെ പരീശൻ കടന്നു വന്നിട്ട് സ്തോത്രം അതെ യേശുവിനോട് കുടുക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു. 7 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരുത്തൻ ചത്ത്. ഈ പെൺപിള്ളയല്ലോ. ആ ചോദ്യം ചോദിച്ച പരീശൻ സ്തോത്രം അവൻ്റെ തൊലിക്കട്ടി നോക്ക് കൊല്ലാനേ അറിയാത്തുള്ളൂ. എല്ലാവരും ചത്തു. എന്നിട്ട് അവർക്കറിയേണ്ടത് നിത്യതയിൽ ആരുടെ ഭാര്യയായി തീരാം. അതിൻ്റെ പേരാണ് ദേവരധർമ്മം. മനസ്സിലായ റാമേൻ പറഞ്ഞേ. മരിച്ചപ്പോൾ അടുത്ത ദേവരധർമ്മം അനുസരിച്ച് ഓനാൻ സ്തോത്രം അവളുടെ അടുക്കലേക്ക് പോകണം. അപ്പനാകുന്ന യഹൂദ കടന്നു വന്ന് തൻ്റെ രണ്ടാമത്തെ മകൻ ഓനാനോട് പറഞ്ഞു, നീ അവളുടെ അടുക്കലേക്ക് പോയി നിൻ്റെ സഹോദരന് വേണ്ടി സന്താനത്തെ ജനിപ്പിക്കണം. ഒരിക്കൽ കൂടെ നീ നിൻ്റെ സഹോദരൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക് പോയി നിൻ്റെ സഹോദരന് വേണ്ടി സന്താനത്തെ ജനിപ്പിക്കണം. സഹോദരന്മാരെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വലിയൊരു വെളിപ്പാട് ഞാൻ പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന റാമേൻ പറഞ്ഞേ. ഒരു കണക്ഷൻ ദൈവം നിനക്ക് തരുമ്പോൾ നിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി അല്ല നീ യൂസ് ചെയ്യേണ്ടത്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കണം. മനസ്സിലായ റാമേൻ പറഞ്ഞാട്ടെ. എനിക്കെന്ത് കിട്ടും എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം, എനിക്കെന്ത് അവർക്ക് നൽകാം എന്ന് പറയുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇന്ന് കോളസ് മയക്കം പിടിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ എങ്ങനെ ക്രൈസ്റ്റ് ആളുകൂട്ടം, അതല്ല എൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം. എങ്ങനെ ഈ പുസ്തകം പറയുന്ന പദ്ധതിയിലേക്ക് ഈ കുടുംബങ്ങളെ, വ്യക്തികളെ പണിത് എത്തിക്കാം, അതാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. കരങ്ങളെ ഉയർത്തി. നല്ല ചൂടാണ്, പക്ഷെ എങ്കിലും നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, നീ പോയി നിൻ്റെ സഹോദരന് വേണ്ടി അതെ ദേവരധർമ്മം അനുസരിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. അടുത്തിരിക്കുന്ന തൊട്ട് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം. പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം. ഞാൻ നിങ്ങൾക്കൊരു ഇതിൽ കണ്ണിയാകല്, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം. എന്ത് ഊറ്റാം എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ബന്ധം, എന്ത് പ്രാപിച്ച് നൽകാം എന്ന് പറയുന്നതാണ് ക്രിസ്തീയ ബന്ധം. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. പക്ഷേ ഈ ഓനാൻ എന്ന് പറയുന്നവന് ഭയങ്കര കുശാല ബുദ്ധിക്കാരനായിരുന്നു. കാരണം അപ്പൻ അങ്കോളിയാണ്. മുള്ളിൻ്റെ മൂട്ടിൽ മുള്ളല്ലേ മുളയ്ക്കത്തുള്ളൂ. കമോൺ, ബാക്കി അറിയത്തില്ല, പക്ഷേ പഴഞ്ചൊല്ലുകളെല്ലാം അറിയാം, കടങ്കഥകളെല്ലാം അറിയാം. ഒരിക്കലും മുള്ളിൻ്റെ മൂട്ടിൽ അത് തന്നെ ഇപ്പം ആൻറ്റി വിൻറിയില്ല. സ്തോത്രം മുള്ളല്ലേ മുളയ്ക്കത്തുള്ളൂ എന്നതുപോലെ അൺഗോളിയായ സ്തോത്രം യഹൂദയുടെ മക്കളാകുന്ന ഓനാൻ അവന് വലിയ സെൽഫിഷ് ആയിരുന്നു, സ്വാർത്ഥൻ. അവനിങ്ങനെ ചിന്തിച്ചു, എടാ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ പകുതി ജ്യേഷ്ഠാവകാശം അനുസരിച്ച് ആ കുഞ്ഞിലേക്ക് പോകും. എനിക്ക് 25% കിട്ടും. എനിക്കൊരു സഹോദരനുണ്ട്, ആ സഹോദരന് 25% കിട്ടും. സ്തോത്രം. മരിച്ചു പോയി. ഇപ്പോൾ ഓനാൻ ചിന്തിച്ചു, ഇനി അടുത്ത ഷേലയ്ക്ക് 25% പോയി, എനിക്ക് 25% കിട്ടത്തുള്ളൂ. ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്കായിരിക്കും 50% കിട്ടുന്നത്. ശരിയാകത്തില്ല. നോ. സ്തോത്രം. എന്തിനു ചുമ്മാ ഞാൻ അബദ്ധം കാണിക്കുന്നു. അവൻ സ്തോത്രം ആ കുഞ്ഞിനെ ജനിപ്പിച്ചില്ല. ഹത്തം ഹോഗിയ അവനും തട്ടിപ്പോയി. പക്ഷേ ഈ തട്ടൽ വീട്ടിൽ നടക്കുമ്പോൾ മുഴുവൻ കൊള്ളുന്നത് ആ പെണ്ണിനാണ്, താമാറിനാണ്. മുഴുവൻ കൊള്ളുന്നത് താമാറിനാണ്. 2 മൃതശരീരം അവൾ കണ്ട്. വളരെ സാധാ വിഡോയല്ല, ഡബിൾ വിഡോയാ. സ്തോത്രം. ഡബിൾ വിഡോ. നിങ്ങൾ ചിന്തിച്ചാട്ടെ, ഇരട്ടി ദുഃഖമാണ് അവളുടെ ലൈഫിൽ വന്നത്. ഇരട്ടി ദുഃഖം. സാധാരണ മാക്സിമം എല്ലാവർക്കും വന്നത് ഒരു ദുഃഖമാണ്. പക്ഷേ എനിക്ക് വന്നത് ഇരട്ടി ദുഃഖം എന്നാരെങ്കിലും പറയുന്നു എങ്കിൽ, എൻ്റെ ദുഃഖം ഇരട്ടി എന്നാരെങ്കിലും പറയുന്നില്ല. കുട്ടി നോക്കിയേ, ഒക്ടോബർ 5-ാം തീയതി തമ്പുരാൻ പറയുന്നു, ഒരു ലിസ്റ്റ് തയ്യാറാകുന്നുണ്ട്.
ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? ആമേൻ പറയാൻ പറ്റുമോ? സ്തോത്രം. താമാറിനെ സംബന്ധിച്ച് അവൾ പറയും, ദുഷ്ടനായ എൻ്റെ അമ്മായിയപ്പൻ. ആരെ? യഹൂദ. സ്തോത്രം. 2, സ്വാർത്ഥനായ എൻ്റെ ബ്രദറിൻലോ. 3, സ്തോത്രം, അതെ, ചതിയനായ എൻ്റെ, അതെ, ഒരിക്കൽ കൂടെ, ദുഷ്ടനായ എൻ്റെ ഭർത്താവ്. അതുകൊണ്ടാണ് ദൈവം അവനെ തട്ടിയത്. ദുഷ്ടനായ എൻ്റെ ഭർത്താവ്, സെൽഫിഷ്, സ്വാർത്ഥനായ എൻ്റെ ബ്രദറിൻലോ, എന്നെ ചതിക്കുന്നതായ എൻ്റെ ഫാദറിൻലോ. എന്തുകൊണ്ട് അവൻ ചതിയനായി? 3ാമത്തെ മോൻ സേലായെ അവൾക്ക് കൊടുത്തില്ല, അതുകൊണ്ട് സ്തോത്രം, അവൻ ചതിയനായി. നിങ്ങൾ സ്തോത്രം പറയുന്നില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. അതെ, ചതിയനായ അമ്മായിയപ്പൻ, ദുഷ്ടനായ ഭർത്താവ്, സ്വാർത്ഥനായ സഹോദരൻ്റെ, സ്തോത്രം, അതെ, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, സ്വാർത്ഥനായ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ, ചതിയനായ അമ്മായിയപ്പൻ, ദുഷ്ടനായ, സ്തോത്രം, എൻ്റെ ഭർത്താവ്. ബെസ്റ്റ് കുടുംബം, ബെസ്റ്റ് കുടുംബം. ഓ ഹല്ലേലൂയ, ഹെൽപ് മീ ഹോളി സ്പിരിറ്റ്. ദുഷ്ടനായ അമ്മായിയപ്പൻ, അല്ല, സ്തോത്രം, പറ്റിപ്പുകാരനായ ചതിയനായ അമ്മായിയപ്പൻ, സ്വാർത്ഥനായ ഭർത്താവിൻ്റെ സഹോദരൻ, ദുഷ്ടനായ ഭർത്താവ്. 3 പ്രോബ്ലമാണ് അവൾക്കുള്ളത്. സ്തോത്രം. ദുഷ്ടനായ ഭർത്താവ്, സ്വാർത്ഥനായ ഭർത്താവിൻ്റെ സഹോദരൻ, ചതിയനായ അമ്മായിയപ്പൻ. നിന്റെ ഭർത്താവ് മരിച്ചുപോയി, അതെൻ്റെ കുറ്റം അല്ലല്ലോ. എങ്കിലും നിന്റെ ഭർത്താവ് മരിച്ചുപോയി. നീ ഇനി സാധാരണ ഇങ്ങനെ ഡ്രസ്സൊന്നും ചെയ്യാൻ പാടില്ല. എന്തുവാ വിധവമാര്, അത് തന്നെ, വിധവമാര് ധരിക്കുന്നതായ ആ വസ്ത്രം, അത് തന്നെ വീട്ടിൽ പോയി പറ. സ്തോത്രം. കമോൺ, എൻ്റെ നാക്കിക്കൊള്ളുന്നില്ല. സ്തോത്രം. അതെ, വിധവമാർ ധരിക്കുന്ന വസ്ത്രം. നീ ചെയ്യാത്ത കുറ്റത്തിന്, നിന്റെ ഫോൾട്ട് കൊണ്ടല്ല അവൻ തട്ടിപ്പോയത്, അവൻ്റെ കയ്യിലിരിപ്പുണ്ടോ? ആര്? തട്ടിപ്പോയത്. മറ്റവൻ തട്ടിപ്പോയത് അവൻ സ്വാർത്ഥനായത് കൊണ്ട്, പക്ഷെ നിന്റെ കുഴപ്പം കൊണ്ടല്ല. പക്ഷേ സമൂഹം പറഞ്ഞു, നോ, നീ വിധവമാര് ധരിക്കുന്ന കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് നിന്റെ അപ്പൻ്റെ വീട്ടിൽ ഇരുന്നാൽ മതിയായി. സ്വന്തം വീട്ടിൽ, ഭർത്താവിൻ്റെ വീട്ടിൽ യഹൂദ ഇരുത്തിയില്ല. അവളെ അപ്പൻ്റെ വീട്ടിൽ പറഞ്ഞേച്ച് അവളെ, സ്തോത്രം, ഒതുക്കി. വല്ലവരും നിന്നെ ഒതുക്കിയോ കുട്ടിയെ? നീ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവർ നിന്നെ ക്രൂശിച്ച കുട്ടിയെ. മറ്റുള്ളവർ നിന്നെ കല്ലെറിഞ്ഞ് ഒരിക്കലും ലൈഫിൽ വീഴാത്ത ഒരു വല്ലാത്ത യൂണിഫോം ഇട്ട് നിന്നെ ഒതുക്കി നിന്നെ മാറ്റിയിരുന്നെങ്കിൽ, സ്വർഗത്തിൽ ദൈവം പറയുന്ന ഒരു ലിസ്റ്റുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. എന്നെ കാണുമ്പോൾ ചിലർക്ക്, സ്തോത്രം, അതെ, കല്ലെറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, നീ ആളെ ശരിയല്ല, നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ്, സ്തോത്രം, അതെ, മറ്റുള്ളവർ നിന്നെ കല്ലെറിയുമ്പോൾ, ഒരു സ്ഥലത്ത് നിന്നെ കാണുമ്പോൾ കിട്ടാൻ കാത്തിരുന്നു, പക്ഷേ കൈ കിട്ടിയപ്പോഴേക്കും നീ ആള് ശരിയല്ല, നീ ആള് ശരിയല്ല, നീ എന്ന് പറഞ്ഞ് നിന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത യൂണിഫോം ഇട്ട് നിന്നെ റിജക്റ്റ് ചെയ്ത്, തിരസ്കരിച്ച് മാറ്റി നിർത്തിയെങ്കിൽ, കർത്താവ് പറയുന്നു, നോ, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇൻട്രഡക്ഷനോടെ ഞാൻ ഇന്നത്തെ ടൈറ്റിൽ പറയട്ടെ, ജസ്റ്റിഫൈഡ് ബൈ ഗ്രേസ്. കൃപയാൽ നീതീകരണം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കൃപയാൽ നീതീകരണം. ഒരിക്കൽ കൂടെ പറഞ്ഞേ, കൃപയാൽ നീതീകരണം. ഒരിക്കൽ കൂടെ, കൃപയാൽ നീതീകരണം. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറ. ഓ, നിന്റെ ലൈഫിൽ നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ കുടുംബം വെറും വേസ്റ്റ് ആയിരിക്കും. ദുഷ്ടനായ ഭർത്താവ്, സ്വാർത്ഥനായ ഭർത്താവിൻ്റെ സഹോദരൻ, നിന്നെ ചതിക്കുന്നതായ അമ്മായിയപ്പൻ, പല ചതിക്കുഴികളിൽ നീ വീണു എങ്കിൽ മറ്റുള്ളവർ നിന്നെ, സ്തോത്രം, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുവെങ്കിൽ, അവർക്ക് നിന്നെ ഇഷ്ടമല്ല, അവരെ ബെനിഫിറ്റിന് വേണ്ടി, അവർക്ക് വേണ്ടിയാണ് അവർ ചിന്തിക്കുന്നത്. നിന്റെ വികാരം അവർക്കറിയത്തില്ല, നിന്നിൽ ഒരു മനുഷ്യനെന്ന് അവർക്കറിയത്തില്ല. അവർക്കെങ്ങനെയെങ്കിലും അവർക്ക് വേണ്ടി അവർ നിന്നെ ഉപയോഗിക്കുന്നു. സ്വാർത്ഥരായ മനുഷ്യർ, ചതിക്കുന്നതായ അമ്മായിയപ്പൻ. 3 കാര്യം ഞാൻ പറയട്ടെ. ദുഷ്ടത, സ്വാർത്ഥത, ചതി. സ്തോത്രം. ദുഷ്ടതയ്ക്ക്, സ്വാർത്ഥതയ്ക്ക്, ചതിക്ക് നീ ഇരയായെങ്കിൽ, ഇഷ്ടപ്പെട്ടില്ലയോ? ദുഷ്ടതയ്ക്ക് നീ ഇരയായെങ്കിൽ, സ്വാർത്ഥതയ്ക്ക് നീ ഇരയായെങ്കിൽ, ചതിക്ക് നീ ഇരയായെങ്കിൽ, കർത്താവ് പറയുന്നു, നോ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്ത് എൻ്റെ നീതീകരണത്തിൻ്റെ വസ്ത്രം ഇട്ട് നിന്റെ പകയ്ക്കുന്ന ശത്രുവിനെ ഞാൻ മിണ്ടാതാക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ അടിക്കുന്നെങ്കിൽ നന്നായി, ഒരു നിമിഷം നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ ദുഷ്ടതയിൽ
നീ വീണുവെങ്കിൽ, മറ്റുള്ളവർ സ്വാർത്ഥതയ്ക്കായി നിന്നെ ഉപയോഗിച്ചുവെങ്കിൽ, മറ്റുള്ളവർ നിന്നെ ചതിച്ചു എങ്കിൽ, നീ പറയുന്നു നോ, ഞാൻ നിന്നെ നീതീകരിക്കുകയാണ്. നിങ്ങൾക്കറിയാം സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ യോശുവ പുരോഹിതൻ നിൽക്കുമ്പോൾ അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ശരിയല്ല, അവൻ ശരിയല്ല എന്ന് പറഞ്ഞ സ്തോത്രം ഒരുവൻ ശബ്ദമുയർത്തുന്നു. ആരാണ്? പറ. പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, സത്താൻ. സത്താൻ അവൻ ശരിയല്ല, ശരിയല്ല, ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവിന് സ്തോത്രം തൻ്റെ ദാസന് ചൊറിഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. അർത്ഥം ഞാൻ പുതിയ നിയമത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പറയട്ടെ, നിന്നെ ആരെങ്കിലും വിരൽ ചൂണ്ടുന്നത് എൻ്റെ അപ്പന് ഇഷ്ടമല്ല. Come on, come on, hallelujah. രണ്ടുപേരെ തൊട്ട് പറ, എന്നെ ചോദിക്കാനും പറയാനും ആളുണ്ട്. പറഞ്ഞോട്ടെ, പറ. ചോദിക്കാനും പറയാനും ആളുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. നീ പഞ്ചായത്ത് വകയല്ല, നീ കോർപ്പറേഷൻ വകയല്ല. നിന്നെ വല്ലതും തൊട്ടാൽ, നിന്നെ വല്ലവരും വെള്ള ചൂണ്ടിയാൽ ചോദിക്കാൻ പറയാൻ ആളുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, തൻ്റെ വിലയേറിയ രക്തത്താൽ അവൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നീ അവൻ്റെ സ്വന്തമാണ്, നീ അവൻ്റെ ഭായിതനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുനിഞ്ഞിരിക്കല്ല്, എനിക്കാരുമില്ലെന്ന് പറയല്ല. നവർന്നിരുന്ന് പറ, ഓ എന്നെ തൊടുന്നവർ എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് തൊടുന്നത്. ഓ എനിക്ക് ചുറ്റും സ്വർഗത്തിൻ്റെ ഒരു വേലിയുണ്ട്, എനിക്കൊരു ഉടമസ്ഥനുണ്ട്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ശബ്ദമുയർത്തി ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്നവർ ദൈവത്തോട് സംസാരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ഇരട്ടി ദുഃഖങ്ങളായിരിക്കാം കടന്നു വന്നത്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സ്തോത്രം ആരോ നിന്നെ ചതിച്ചിട്ടുണ്ടായിരിക്കാം, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം. ആരൊക്കെയോ സ്തോത്രം ദുഷ്ടതയുടെ പാത്രമായി നിന്റെ ജീവിതം ഉടഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലമുള്ള ദൂതിതാണ്, ഒരു വീട്ടിലും ഒരു ഇരുട്ടറക്കകത്തും നീ ഒതുങ്ങേണ്ട ഒരു താമാറല്ല. ഹല്ലേലൂയ. ഓ നിനക്ക് വിധവയുടെ വസ്ത്രം, വൈവിധ്യ വസ്ത്രം, നിനക്ക് വിധവയുടെ വസ്ത്രം എന്ന് പറഞ്ഞ് നിനക്കിങ്ങനെ സംഭവിച്ചു. നിന്റെ പെട, നിന്റെ വലിയ പെട എന്ന് പറഞ്ഞ സാത്താൻ മതം നിനക്കൊരു പ്രത്യേക ലേവലിട്ട് നിന്നെ ഒതുക്കിയെങ്കിൽ, കല്ലറയിൽ ഒതുങ്ങാത്തവൻ ഇന്ന് പകൽ പറയുന്നു, come on, കല്ലറയിൽ ഒതുങ്ങാത്തവൻ ഇന്ന് പകൽ പറയുന്നു, നിന്നെ ഒതുക്കിയവരുടെ മുൻപിൽ ഞാൻ നിന്നെ പുറത്തെടുക്കുവാൻ പോകുന്നു. നിന്നെ ഒതുക്കിയവരുടെ മുൻപിൽ ഞാൻ നിന്നെ പുറത്തെടുക്കുവാൻ പോകുന്നു. ഏറിൻ്റെ ദുഷ്ടത കൊണ്ട്, ഓനാന്റെ സ്വാർത്ഥത കൊണ്ട്, യഹൂദയുടെ ചതി കൊണ്ട് നീ ഒരിക്കലും വിക്ടിമല്ല, നീ വിക്ടറാണ്. നീ വിക്ടിമല്ല, നീ വിക്ടിമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, താമാർ എന്ന രണ്ട് വ്യക്തികളുണ്ട്. വേറൊരു താമാർ കൂടെ ഉണ്ട്, അത് ദാവീദിൻ്റെ മകളാണ് താമാർ. സ്തോത്രം. അതെ, അമ്നോന്റെ അതെ റേപ്പിന് വിധേയായ താമാർ. ആ താമാർ വിക്ടിമായി പോയി. പക്ഷെ കൃപയിൽ ആശ്രയിച്ച ഈ താമാർ അവൾ ആ ലിസ്റ്റിൽ കയറി പറ്റി. എത്രയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ? രണ്ട് ഓപ്ഷനാണ് നിനക്കുള്ളത്. അയ്യോ, എൻ്റെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തലയിൽ മാത്രം വെള്ളക്ക വീണു എന്ന് പറഞ്ഞ്, എൻ്റെ തലയിൽ മാത്രം വെള്ളക്ക വീണു എന്ന് പറഞ്ഞ് നിനക്ക് മാത്രം നിരാശയിൽ, ഭാരത്തിൽ, ദുഃഖത്തിൽ ഒരു പകുതി മാനസിക രോഗിയായി ഒതുങ്ങാം. എന്നാൽ പന്നപ്പിശാച് എനിക്ക് ഒതുങ്ങാൻ മനസ്സില്ലടാ. കാരണം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ പരിഹാരം വരുത്തിയിരിക്കുന്ന, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പറ ക്രൂശിൽ പരിഹാരം വരുത്തിയിരിക്കുന്നു. 900 പ്രശ്നം നിനക്കുണ്ടെങ്കിൽ നിന്റെ പരിഹാരം ഓപ്പോസിറ്റുള്ള LICയിൽ നിന്നല്ല, നിന്റെ പരിഹാരം അപ്പുറത്തെ ബാങ്കിൽ നിന്നല്ല, നിന്റെ പരിഹാരം അപ്പുറത്തെ നിയമസഭയിൽ നിന്നല്ല, നിന്റെ പരിഹാരം വിസ തരുന്ന മറ്റേ കൗൺസിലേറ്റിലല്ല, നിന്റെ പരിഹാരം ക്രൂശിലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളുടെ മേൽ കർത്താവ് യേശു ക്രിസ്തു തൂങ്ങുന്നത്. ഇൻ ജീസസ് നെയിം നിന്റെ ഇരുട്ടറയിൽ നിന്ന്, നിന്റെ നിരാശയിൽ നിന്ന്, നിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ആക്രമണത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു വരാനാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എല്ലാ വിക്ടിം മെന്റാലിറ്റി ഇന്ന് പകൽ മാറട്ടെ.
ഹല്ലേലൂയ. എല്ലാം വിക്ടിം മെൻറ്റാലിറ്റി മാറട്ടെ. ഞാൻ ഒന്നിനും ഇരയല്ല. വല്ലവരുടെയും കയ്യിലിരിക്കുന്ന പ്രശ്നം കൊണ്ട്, വല്ലവരുടെയും സ്തോത്രം പ്രോബ്ലം കൊണ്ട് എൻ്റെ ജീവിതം തീരുന്നതല്ല. സ്തോത്രം കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. എനിക്കൊരു ജീവിതം തരുവാൻ, നിനക്കൊരു ജീവിതം തരുവാൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നത്, നിനക്കൊരു പുതിയ ജീവിതം തരുവാൻ അവൻ ജീവൻ നൽകി. ഒരിക്കൽ കൂടെ, നിനക്കൊരു പുതിയ ജീവിതം തരാൻ കർത്താവ് നിനക്കൊരു ജീവൻ നൽകി. ഇൻ ജീസസ് നെയിം. നിന്റെ മുൻപിൽ ഒന്നുകിൽ നീ ദാവീദിന്റെ മകൾ താമാറിനെ പോലെ വിക്ടിമായി ജീവിക്കുക, ഇല്ല എങ്കിൽ അടുത്ത ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടെന്ന് പറയുന്ന ഈ യഹൂദയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട താമാറായി ജീവിക്കുക. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഉപദേശത്തിൽ നിൽക്ക്, വചനത്തിൽ നിൽക്ക്, വചനത്തിൽ നിൽക്ക്. വചനം പറയാനുള്ളതല്ല, പഠിപ്പിക്കാനുള്ളതല്ല, വചനം ജീവിക്കാനുള്ളതാ. ജീവിച്ച് കാണിച്ചു കൊടുക്ക്. പകയ്ക്കുന്നവരുടെ നടുവിൽ, കല്ലെറിയുന്നവരുടെ നടുവിൽ, വിമർശിക്കുന്നവരുടെ നടുവിൽ, കുറ്റം പറയുന്നവരുടെ നടുവിൽ, പകയ്ക്കുന്ന പിശാചിന്റെ നടുവിൽ അവന്റെ വായടപ്പിച്ചു പറ, ഞാൻ വിക്ടിമല്ല, ഞാൻ വിക്ടറാ. അടുത്തിരിക്കുന്നവർക്ക് ഹൈഫൈ കൊടുത്ത് പറ, തോക്കാൻ എനിക്ക് മനസ്സില്ല. പറ, തോക്കാൻ എനിക്ക് മനസ്സില്ല, തോക്കാൻ എനിക്ക് മനസ്സില്ല, തോക്കാൻ എനിക്ക് മനസ്സില്ല. ലൈഫിൽ തോക്കാൻ എനിക്ക് മനസ്സില്ല, തോക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഒരു നേതാവ് എൻ്റെ മുമ്പിൽ നടക്കുക, തോക്കാൻ എനിക്ക് മനസ്സില്ല. എൻ്റെ നേതാവ് എനിക്ക് മുമ്പിൽ നടക്കുക, തോക്കാൻ എനിക്ക് മനസ്സില്ല. കെ കരുണാകരനല്ല എൻ്റെ മുമ്പിൽ നടക്കുന്നത്, ഈ കെ നാനാരല്ല എൻ്റെ മുൻപിൽ നടക്കുന്നത്, മറ്റേ ആരെങ്കിലുമല്ല എൻ്റെ മുമ്പിൽ നടക്കുന്നത്. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ, പർവ്വതങ്ങളെ നിഷ്കാസനം ചെയ്യുന്നവൻ, ജയിലുകളെ പൊളിക്കുന്നവൻ, മരുഭൂമിയിൽ നദികളെ പുറപ്പെടുവിക്കുന്നവൻ, കടലിൽ ഹൈവേ പണിക്കുന്നവൻ, എനിക്ക് മുൻപേ നടക്കുന്നത് കൊണ്ട് തോൽക്കാൻ എനിക്ക് മനസ്സില്ല. കൃപയാൽ എനിക്കൊരു നീതീകരണമുണ്ട്. കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. വൈവധ്യ വസ്ത്രം ധരിച്ച് അപ്പൻ്റെ വീട്ടിൽ നിരാശ കുഴിയിൽ പാർത്തിരുന്നവൾ, വൈവധ്യ വസ്ത്രം ധരിച്ച് 2 മരണം കണ്ടവളാ. ഇരട്ടി പ്രശ്നം, ഇരട്ടി ദുഃഖം വന്നിരിക്കുന്നേ. മക്കളെല്ലാം ആമേൻ പറ കുട്ടി. യേശുവിൻ്റെ നാമത്തിൽ ഈ പിശാച് ഒറ്റ എണ്ണത്തിനായി ഇരിക്കല്ലേ. ഇതുപോലെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാറാലകളെ അടിച്ചു മാറ്റാൻ പരിശുദ്ധാത്മാവിൻ്റെ ചൂലുമായിട്ടാ ദൈവം അയച്ചിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അപ്പന്റെ ഭൂതം, അമ്മയുടെ ഭൂതം, കുടുംബത്തിന്റെ ഭൂതം അവന്റെ കെട്ട് നോ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ലാബദനറബൗ ശാംതുലിനിയാസി ശഗജഗദരബൗ ധിദിവികമനരഹസ്യ. യെസ് 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 യെസ്. റോഖോനി ആംതിലിനമൗ ശാംതുലിനിയാസി റാംതനരബൗ ധിദിവികമജഗദരബൗ ധിദിവികമജദരി ആംതനരിയ. കരങ്ങളടിച്ച് 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 കരങ്ങളടിച്ച്. യെസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവന് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കയില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത എന്തോ വലുതിന് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ നിന്നെ ഒരുക്കുകയാണ്. അതിൻ്റെ വില നീ കൊടുത്തു കഴിഞ്ഞു, അതിൻ്റെ വില നീ കൊടുത്തു കഴിഞ്ഞു. ഇന്നലകൾ നീ ഒറ്റപ്പെട്ടത്, ഇന്നലകൾ നീ നിന്ദിക്കപ്പെട്ടത്, ഇന്നലകളിൽ കരഞ്ഞത്, ഇന്നലകൾ വേദനിച്ചത്, ഇന്നലകൾ നിന്നെ അടച്ച് പലരും പൂട്ടി വയ്ക്കാൻ തീരുമാനിച്ചത്, അത് വെളിപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇന്ന് പകൽ എൻ്റെ കർത്താവ് പറയുന്നു, പുതിയൊരു സൂര്യോദയം പോലെ, പുതിയൊരു സൂര്യോദയം പോലെ എന്തോ പുതിയത് നിന്റെ ലൈഫിൽ വെളിപ്പെടുകയാണ്. ഇൻ ജീസസ് നെയിം. ശബ്ദം ഉയർത്തി പറഞ്ഞേ ആമേൻ, ആമേൻ. അമ്മയുടെ നിരാശയെ ജീവിക്കല്ലേ, അപ്പൻ്റെ നെഗറ്റിവിറ്റി ജീവിക്കല്ലേ, അപ്പൻ്റെ നെഗറ്റിവിറ്റി ജീവിക്കല്ലേ. അയാൾ എപ്പോൾ വാതുറന്നാലും തിന്മയെ ആ അപ്പം പറയത്തുള്ളൂ. അത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല. കന്യാഴ്ച പുള്ളി പറഞ്ഞ എന്തൊരു മഴയാണ്, ഈ ആഴ്ച പുള്ളി പറഞ്ഞ എന്തൊരു ചൂടാണ്. ഈ ലോകത്തിൽ നിന്റെ വീട്ടിൽ അപ്പൻ്റെ നെഗറ്റിവിറ്റി ജീവിക്കല്ലേ, അമ്മയുടെ നിരാശയെ ജീവിക്കല്ലേ. സ്വർഗത്തിലൊരു പെർഫെക്റ്റായ അപ്പനുണ്ട്.
Heavenly Father is perfect. സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ, ചേഞ്ച് യുവർ മൈൻഡ്. മനസ്സ് മാറ്റ ദൂത് ഇതാണ്. ഒക്ടോബർ 5 ദൂത്. മനസ്സ് മാറ്റ, ജീവിതം മാറും. മനസ്സ് മാറ്റ്. അവർക്ക് കിട്ടിക്കാണത്തില്ല, എവർക്ക് പറ്റിക്കാണത്തില്ല, അവർക്ക് കിട്ടിയുമില്ല, എവർക്ക് പറ്റിയുമില്ല. പക്ഷെ ഇന്ന് പകൽ മനസ്സ് മാറി പറ, ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ അത് എനിക്കായിരിക്കും. ആരെങ്കിലും നേടുമെങ്കിൽ അത് ഞാനായിരിക്കും. ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അത് എനിക്ക്. എൻ്റെ കൂടെ ഒരു 120 പേരെ എനിക്ക് അങ്ങനെ ഉള്ളവരെ ഈ പട്ടണത്തിൽ ദൈവം പ്രാമിസ് ചെയ്യുകയാണ്. ഒരു 120, ഒരു അപ്പർ റൂം. കമാൺ, ഒരു 120 പേര്. ആർക്കും പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് പറ്റും. ആർക്കും സാധിച്ചില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ദൈവം സാധിപ്പിക്കും. വാതർക്ക് മക്കളെ, വാതർന്ന് ആരാധിക്കുക. കൈയടിക്കുന്ന നല്ല കൈയടിച്ചിരിക്കുക. ആമേൻ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം അപ്പൻ്റെ വീട്ടിൽ, ആ നിരാശയുടെ വീട്ടിൽ, ആ നിരാശയുടെ റൂമിൽ, ആ ഇരുട്ടറക്കകത്ത് വൈവിധ്യ വസ്ത്രം ധരിച്ച്, വിധവമാരുടെ ആ കറുത്ത കോട്ട് പണിഞ്ഞ്, ആ കറുത്ത കുപ്പായം അണിഞ്ഞ്, ആഭരണമിടാതെ, വിധവയാണല്ലോ, മേക്കപ്പില്ലാതെ വിധവയാണല്ലോ, സന്തോഷമില്ല, ചിരിയില്ല, സന്തോഷമില്ല, ചിരിയില്ല, സന്തോഷമില്ല, ചിരിയില്ല, സന്തോഷമില്ല, ചിരിയില്ല. സ്തോത്രം. ചിരിക്കാൻ മറന്ന ഒരു വർഗം, ചിരിക്കാൻ മറന്ന ഒരു വ്യക്തി. സന്തോഷമില്ല, ചിരിയില്ല. ഇന്നലെ തിരിഞ്ഞു നോക്കുമ്പോൾ പല ദുഃഖങ്ങളാണ് ഒന്നിനു പേരെ ഒന്നേ വന്നത്. എന്നാൽ അവൾ പറഞ്ഞു, നോ, ഇതല്ല ലൈഫ്. ജീവനം, സമൃദ്ധിയായ ജീവനം. കമോൺ, ജീവനം, സമൃദ്ധിയായ ജീവനം. അതിനാ കർത്താവ് വന്നത്. ചിരിക്കാതിരിക്കുന്നതല്ല ഭക്തി. അരപ്പരുവ മാനസിക രോഗിയല്ല ഭക്തി. പകുതി നിരാശയിൽ ജീവിക്കുന്നതല്ല ഭക്തി. അവൾ പറഞ്ഞു, കരയാനുള്ളതല്ല ജീവിതം. കേൾക്കുന്നവർ ആമേൻ പറ. കരയാനുള്ളതല്ല ജീവിതം, നിരാശപ്പെടാനുള്ളതല്ല ജീവിതം, സെൽഫിറ്റിയിൽ ജീവിക്കാനുള്ളതല്ല ജീവിതം. അവൾക്ക് മനസ്സിലായി, എൻ്റെ മനസ്സ് മാറിയാൽ എൻ്റെ ജീവിതം മാറും. നിന്റെ അക്കൗണ്ട് മാറിയാലെന്നല്ല ഞാൻ പറഞ്ഞേ, നിന്റെ കോളേജ് മാറിയാലെന്നല്ല ഞാൻ പറഞ്ഞേ, നിന്റെ ഭർത്താവിനെ മാറ്റിയാലെന്നല്ല, നിന്റെ ഭാര്യ മാറ്റിയാലെന്നല്ല, നിന്റെ ചർച്ചിനെ മാറ്റിയെന്നല്ല, നിന്റെ പാസ്റ്റർ മാറ്റിയ, നിനക്ക് ഇഷ്ടപ്പെട്ട മറ്റവനെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് സ്ഥാപിച്ചാലെന്നല്ല ഞാൻ പറഞ്ഞേ. നിന്റെ മനസ്സ് മാറിയാൽ, നിന്റെ മനസ്സ് മാറിയാൽ നിന്റെ ജീവിതം മാറും. അടുത്തിരിക്കുന്ന ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചേ. പട്ടിയും പൂച്ചയും ചിരിക്കില്ല, മനുഷ്യൻ ചിരിക്കുക. ഒന്ന് ചിരിച്ചേ. മനസ്സ് മാറാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കേ. പറ, മനസ്സ് മാറാൻ മനസ്സുണ്ടോ? ചോദിക്കാം. ആ കണ്ണാടി വെച്ച ഉണ്ടക്കണ്ണിയോട് ചോദിക്കുക, മനസ്സ് മാറാൻ മനസ്സുണ്ടോ? മനസ്സ് മാറാൻ മനസ്സുണ്ടോ? അവൾ പറഞ്ഞു, ഓഹോ, അപ്പം അങ്ങനെ ഒരു വകുപ്പുണ്ടല്ലേ. മനസ്സ് മാറിയാൽ ആരൊക്കെയോ എന്നെ ചതിച്ചു, ആരൊക്കെയോ എന്നെ ഉപയോഗിച്ചു, ഉത്തരവാദിത്വമില്ലാത്തവർ എന്നെ ഉപയോഗിച്ചു. എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരെയില്ല. ആരൊക്കെ എന്നെ ചതിച്ചു, ആരൊക്കെ എൻ്റെ ബോഡിയെ ഉത്തരവാദിത്വമില്ലാത്തവർ എന്നെ ഉപയോഗിച്ചു. ആരുടെയോ ദുഷ്ടതയ്ക്ക് ഞാൻ പാത്രമായി. പക്ഷെ ലൈഫ് ഇതല്ല. ഈ കൂട്ടിലിരുന്ന് ചത്തുപോകുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ്. ഏതോ കഴുകന്മാർ പറയുന്നു, ഈ കൂട് പൊളിഞ്ഞാൽ സാരമില്ല, എനിക്ക് മാനത്തെ കീഴടക്കാനുണ്ട്. ആർക്കും പ്രയോജനമില്ലാതെ ഈ കൂട്ടിലിരുന്ന് ചാകുന്നതിനേക്കാൾ കഴുകൻ തന്റെ കൂടനക്ക് കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ.
ആ സഹോദരി എഴുന്നേൽക്കുക, താമാർ എഴുന്നേൽക്കുക, അവൾ എഴുന്നേൽക്കുക. റിയലി നീ എഴുന്നേറ്റ മാസങ്ങളായി, നീ ഇതുപോലെ ഒന്ന് ആരാധിച്ചിട്ട മാസങ്ങളായി. നിനക്ക് ഏറ്റവും ഇഷ്ടം കണ്ണുനീരെന്ന് മാറുമോ, കണ്ണുനീര് മാറി. ഹോ, എന്തൊരു രോമാഞ്ചമായിരുന്നു, എന്തൊരു അഭിഷേകമായിരുന്നു. പന്നപ്പിശാചേ, അവൻ നിന്നെ കരയിപ്പിക്കുന്നവനല്ല കർത്താവ്. നിനക്കൊരു സുഖം, കരഞ്ഞ് കരഞ്ഞ് നിനക്കൊരു സുഖം. അവൻ്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും. സാത്താൻ കേൾക്കട്ടെ, കരയാൻ ഞങ്ങൾക്ക്. ഇത് AKG സെന്ററാണോ സഭായോഗമാണോ? നോക്ക്, ചേച്ചി എഴുന്നേൽക്കുക. മാസങ്ങളായി അവളെ എഴുന്നേറ്റിട്ട് അവൾ തൻ്റെ വൈവിധ്യ വസ്ത്രം മാറുക. നോ 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 നോ, അപ്പച്ച ഇട്ടതാ, കിടന്നോട്ടെ. സമൂഹം ഇട്ടതാ, സഭ ഇട്ടതാ, നീ അതാ, നിനക്ക് പറ്റത്തില്ല, അങ്ങ് കിടന്നോ. നല്ലോൾ പറഞ്ഞു, നോ, ദൈവം ഇട്ടതാണെങ്കിൽ ഞാൻ വച്ചേക്കുമായിരുന്നു. ദൈവം ഇട്ടതാണെങ്കിൽ ഞാൻ പെർമനൻ്റായി സ്വീകരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം 5-ാം തീയതി ആരോ പറയുന്നു, മനുഷ്യനിട്ടത് മുഴുവൻ ഞാൻ ഊരിക്കളയുന്നു. മനുഷ്യനിട്ടത്, പാസ്റ്റർമാരിട്ടത്, ഡീക്കനിട്ടത്, വിശ്വാസികളിട്ടത്, പഞ്ചായത്ത് ഇട്ടത്, മനുഷ്യനിട്ട തിന്മയുടെ മുഴുവൻ വസ്ത്രങ്ങളും ഞാൻ ഊരിക്കളയുന്നു. കമാൺ, അല്പനേരം ആരാധിച്ചേ. അവൾ ചെയ്തത് നിങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അന്നത്തെ സിറിയൻ കൾച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ കാനഡേറ്റ് കൾച്ചർ അനുസരിച്ച് മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അപ്പനാണ്. ഞാൻ പറയുന്ന കൾച്ചറാണ്, ഡോക്ടറിനല്ല. മക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ഓനാന് കഴിഞ്ഞില്ലെങ്കിൽ, അവൻ്റെ സ്തോത്രം മൂത്തവനായ ഏറിന് കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഉത്തരവാദിത്വം സ്തോത്രം അതേ യഹൂദയ്ക്കാണ്. ഏറിന് കഴിഞ്ഞില്ലെങ്കിൽ, ഓനാന് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റി സ്തോത്രം അതേ യഹൂദയ്ക്കാണ്. ഞാനൊരു ലേഡിയാ, ഞാനൊരു സ്ത്രീയാ. കുടുംബത്തിൻ്റെ അടുത്ത ലീനിയേജ്, അടുത്ത തലമുറ നിർത്തേണ്ടത് ഞാനെന്തോ പറഞ്ഞേ, അടുത്ത തലമുറയെ നിർത്തേണ്ടത് അമ്മയാ. അടുത്ത തലമുറയെ തൊലയ്ക്കുന്നവളാകല്ല അമ്മ. അപ്പന്മാർ നിൽക്കാത്ത ഇടത്ത് മക്കളെ ഒരുക്കി നിർത്തുന്നത് അമ്മയുടെ ജോലിയാണ്. നീ പൊളിക്കുന്നവളാണോ അതോ നീ പണിയുന്നവളാണോ? ജ്ഞാനമുള്ളവൾ വീട് പണിയും. ഉള്ള ട്രിക്കല്ല ഉപയോഗിച്ചത് കേട്ടോ. രാമേൻ പറഞ്ഞാട്ടെ, ട്രിക്ക് കൊണ്ടല്ല സഭ പണിയേണ്ടത്. ഒരിക്കൽ കൂടെ ഒരാൾ മാത്രം ആമേൻ പറഞ്ഞു, താങ്ക് യു. ട്രിക്ക് കൊണ്ടല്ല സഭ പണിയേണ്ടത്, ജ്ഞാനം കൊണ്ടാണ് സഭ പണിയേണ്ടത്. ട്രിക്ക് കൊണ്ട് പണിക്കുന്നവൻ പൊളിറ്റീഷ്യൻ, അവൻ പണിക്കുന്നത് പൊളിഞ്ഞു പോകും. പക്ഷെ വെളിപ്പാട് കൊണ്ട് പണിക്കുന്നത്, മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റടിച്ചു, ബ്രദർ അത് വീഴത്തില്ല. വാ, ഈ തലമുറകൾ കയറുവാ. നമുക്ക് കണ്ണുനീരോടെ ഉപവാസത്തോടെ അപ്പച്ചൻ്റെ പാദത്തിൽ വീട് കിടന്ന് വെളിപ്പാടിൽ നമുക്കൊന്ന് പണിയാം. കേൾക്കുന്നവർ നല്ലൊരു ആമേൻ പറഞ്ഞ കുട്ടിയെ. രണ്ടുപേരെ തൊട്ട് പറ, ഞാൻ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് പറ, ഞാൻ എഴുന്നേൽക്കാൻ തീരുമാനിച്ചു. യേശുവിൻ്റെ നാമത്തിൽ. ഇതല്ല നിൻ്റെ ലൈഫ്, നിൻ്റെ ജീവിതം ഇതല്ല, നിൻ്റെ ഭാവി ഇതല്ല, നിൻ്റെ ഓഫീസ് ഇതല്ല, നിൻ്റെ ജോലി ഇതല്ല. ഓ കമാൻ, ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യ പ്രസംഗിക്കുന്ന പോലെ ഞാൻ ഒന്ന് പ്രസംഗിച്ചോട്ടെ. നിൻ്റെ അവസ്ഥ ഇതല്ല, നിൻ്റെ ജോലി ഇതല്ല, ഓ നിൻ്റെ അഭിഷേകം ഇതല്ല, നിൻ്റെ ശുശ്രൂഷ ഇതല്ല. നീ ആരെന്ന് ഇതുവരെ പട്ടണം കണ്ടിട്ടില്ല, നീ ആരെന്ന് ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ വെളിപ്പെട്ടിട്ടില്ല. നിനക്ക് പോലും നീ ഒരു അത്ഭുതമായിരിക്കും. ഒരു ലിസ്റ്റിൽ നിന്റെ പേര് കയറുന്നു. ഞാൻ നിർത്തി 5 മിനിറ്റ്. അവൾ പോയി പട്ടണവാതിക്കൽ ഒരു വേശ്യയുടെ സ്തോത്രം വേഷം ധരിച്ച്, സെഡ്യൂസ് ചെയ്യുന്ന വേഷം ധരിച്ച്, വശീകരിക്കുന്ന വേഷം ധരിച്ച് സ്തോത്രം അവൾ പട്ടണവാതിക്കൽ ചെന്നിരുന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരമില്ല. മറ്റുള്ളവൻ നിന്നെ നോക്കി കമൻ്റ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തോ ധരിച്ചിരിക്കുന്നത്? തലയുടെ ഉറയല്ല നീ ധരിക്കേണ്ടത്. നീ ധരിക്കേണ്ടത് സുബോധമുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടത്.
ഹല്ലേലൂയ. ചിലത് വളർന്നെന്ന് അവർക്കേ അറിയത്തില്ല, കാണുന്ന നമുക്കേ അറിയത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ആ വിഷയം തുടരാം. പക്ഷെ നോക്കണമേ, സ്തോത്രം, അവൾ വല്ലാത്ത രീതിയിലൊരു സെഡ്യൂസിങ് വസ്ത്രം ധരിച്ച് പട്ടണവാതിക്കൽ അവൾ പോയിരുന്ന. സിസ്റ്റർ നിനക്ക് വശീകരിക്കാൻ അറിയല്ലേ സിസ്റ്റർ? ഏതപ്പച്ചനെയും, അപ്പച്ചനാ അമ്മായിയപ്പനാ, ഏത് കിളവനെയും വശീകരിക്കാൻ നിനക്കറിയാം അല്ലേ? അല്ല, ഈ നല്ല ഞായറാഴ്ച ഞാൻ ചോദിക്കാം, നീ പൊളിക്കാൻ വന്നിരിക്കുന്നോ അതോ നീ പണിയാൻ വന്നിരിക്കുന്നോ? എന്തിനിങ്ങനെ പ്രസംഗിക്കണത്? ഇങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടല്ലേ സഭ തുറന്നു കിടക്കുന്ന വയലല്ല സഭ, കെട്ടിയടച്ച തോട്ടമാണ് ദൈവസഭ. അവൻ്റെ ഭാര്യ മരിച്ചു കേട്ടോ ഈ അടുത്ത സമയത്ത്. ഒരു 2 വർഷം മുമ്പ് ഈ കഥാപാത്രം യഹൂദയുടെ ഭാര്യ മരിച്ചു. ഭാര്യ ഉള്ളവന്മാർ ചെയ്യുന്നത് പറയാൻ കൊള്ളാത്ത, പിന്നെ ഭാര്യ ഇല്ലാത്തവൻ. സ്തോത്രം. ഭാര്യ മരിച്ചു. ആ ദുഃഖകാലമൊക്കെ കഴിഞ്ഞിട്ട് അനത് ആ പട്ടണത്തിൻ്റെ വാതിക്കളിലൂടെ നടന്നപ്പോൾ ഒരു അട്രാക്റ്റീവ് ചേച്ചി അവിടെ നിൽക്കാൻ അവൻ പോയി, അവളുമായി മുട്ടി. ബാക്കി വീട്ടിൽ പോയി നിങ്ങൾ വായിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ അവൾ പറഞ്ഞു, സ്തോത്രം, നീ എൻ്റെ അടുക്കൽ വരുന്നെങ്കിൽ എനിക്കെന്തോ ബെനിഫിറ്റ് ഉണ്ട്. അവിടെയും ബെനിഫിറ്റാണ്. അയ്യോ, ഇത് ആഴ്ചകൾ പ്രസംഗിക്കേണ്ടതാ. എനിക്കെന്തോ ബെനിഫിറ്റ് ഉണ്ട്. അത് ഞാൻ നിനക്ക് ഒരു ആട്ടിൻകുട്ടിയെ തരാം, ഒരാടിനെ തരാം. അത് ഇപ്പം ആടില്ല. അയ്യോ, അപ്പോൾ അങ്ങനെ പറ്റത്തില്ലല്ലോ, എനിക്ക് എന്തേലും വേണം. ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ആ സിഗ്നേച്ചർ റിങ്, നിൻ്റെ മോതിരം, ആ മോതിര ചരട്, നിൻ്റെ കയ്യിലൊരു വടിയുണ്ടല്ലോ, ആ 3 എനിക്ക് തന്നാട്ടെ. സഹോദരങ്ങളെ, അവനാക്കിയത് ഈ 3 സാധനം. അവനാക്കുന്നത് ഈ സാധനം, സിഗ്നേച്ചർ റിങ്. അതാണ് അവൻ്റെ സിഗ്നേച്ചർ. അതുകൊണ്ടാണ് അവൻ ഓരോ സ്തോത്രം അതേ സിഗ്നേച്ചർ ഇടുന്നത്. എൻ്റെ മുഴുവൻ പ്രോപ്പർട്ടിക്കും ഇരിക്കുന്നത് ഈ സിഗ്നേച്ചർ റിങ്ങാണ്, ഈ മോതിരത്തിലാണ്. അവൻ്റെ മോതിരം അധികാരത്തെയാണ് കാണിക്കുന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വടിയുണ്ട്. ഈ വടി പണ്ട് അപ്പച്ചൻ പ്രവചിച്ചതാ. ഏതപ്പച്ചൻ? 3-ാം തലമുറക്കാരൻ ഇസ്രായേൽ, അതായത് യാക്കോബ് പ്രവചിക്കുമ്പോൾ പറഞ്ഞതാ, യഹൂദയിൽ നിന്ന് രാജദണ്ഡ് മാറത്തില്ല. യഹൂദെന്ന രാജദണ്ഡ് നിന്റെ വിളിയാണല്ലേ? എടോ, വിളിയുള്ളവരെന്നെ കേൾക്കുന്നോ? വിളിയുള്ളവൻ കേൾക്കുന്നെങ്കിൽ ആ വിളിക്കനുസരിച്ച് ജീവിക്കണോ? ഹല്ലേലൂയ. നീ രാജാവാണോ? കേടോ കൊട്ടാരത്തില് കുളിക്കടവിൽ നീ എന്തടോ ഇറങ്ങിയേ എന്ന് ദാവീദിനോട് ചോദിക്കുന്നത് പോലെ. സ്തോത്രം. രാജാക്കന്മാരെ അതിൽ നിന്ന് പുറത്തു വരേണ്ട ദാവീദ്, ശലോമോൻ ഉൾപ്പെടെയുള്ള രാജാക്കന്മാരെ പുറത്തിറങ്ങിയ രാജദണ്ഡ്, അധികാരത്തിൻ്റെ മോതിര. പക്ഷെ കാമത്തിന് കണ്ണില്ല എന്ന് ഒക്ടോബർ 5-ാം തീയതി അറിഞ്ഞുകൊള്ളുക. ലവ് അല്ല ബ്ലൈൻഡ്, ലസ്റ്റാണ് ബ്ലൈൻഡ്. ലവ് ആണെങ്കിൽ തലമുറകളെയാണ് കാണുന്നത്. ലവ് ആണെങ്കിൽ ജനിച്ചതിനെ മാത്രമല്ല കാണുന്നത്, ജനിക്കാത്തതിനെയാണ് കാണുന്നത്. ഈ പട്ടണത്തെ ഞാൻ കാണുന്നത് ഇതൊരു മിഷണറി പട്ടണമാണ്. ആ പെണ്ണിന്റെ ഗ്ലാമറിൽ എൻ്റെ മോതിരം, അവൻ്റെ വിളി, അധികാരം പോയടോ. പെണ്ണധികാരം കൊണ്ടുപോയി, പെണ്ണ് നിന്റെ വിളി കൊണ്ടുപോയി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആവശ്യമില്ലാത്ത ഒറ്റയാണ് നിന്റെ 7 അയലത്ത് വരല്ല. ആ പാട്ട് പാടുവോ? പരിപ്പ് വേഗത്തില്ല. കാരണം നീ അഭിഷിക്തനാ, നീ ഭാഗവതരല്ല. ഞാൻ നിർത്തി. കത്രമേശയുണ്ട്, ഞാൻ നിർത്തി. 3 മാസം കഴിഞ്ഞു. യഹൂദ അറിഞ്ഞു മരുമകൾ ഗർഭിണിയാണ്. മരുമകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ വേർപാടിൻ്റെ വിശുദ്ധിയുടെ ഉപദേശം തിരതള്ളി.
ഈ വല്ലവരുടെയും പുറത്ത് പാവ ഇരിക്കുന്നത് കാണാൻ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഞാൻ പറഞ്ഞേ, സ്വന്തം വല്ലവരും പുറത്ത് പാവ, അവളെ കൊണ്ടുപോവാ. സമൂഹം മുഴുവൻ ഇളകി, അവളെ കൊണ്ടുപോവാ, അവളെ വെളിയിൽ കൊണ്ടുപോവാ, അവളെ വെളിയിൽ കൊണ്ടുപോവാ. നമുക്കിപ്പം തന്നെ അവളെ ചുട്ട് ചാമ്പലാക്കണം. ബൈബിളിലുള്ളതാ. യഹൂദ വരികയാ ഒരു കാട്ടുതീ പോലെ വല്ലവരെയും ചുടാൻ. പലരെ ചുട്ട കക്ഷികൾ ഇവിടെയുണ്ട്. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. ഒത്തിരി എണ്ണത്തിൻ്റെ ചാരം നിന്റെ മേൽ വീണ് കിടക്കുക. പലതിനെ ചുട്ടതാ. വന്ന വഴിക്ക് പലതിനെ ചുട്ടാ നീ വന്നത്. സ്തോത്രം. പക്ഷേ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ സിറ്റി ഗേറ്റിൽ ചോദിച്ചേ, ഡോ ഓൾഡ് മാൻ, എടോ ഓൾഡ് മാൻ, എടോ കിളവാ എന്നാണ് ചോദിക്കേണ്ടത്. എടോ കിളവാ, 3 മാസം മുമ്പ് താൻ എവിടെയായിരുന്നു? ഇപ്പം നീ വല്ലവരെയും ചുടാൻ നടക്കുക. 3 മാസം മുമ്പ് നീ എവിടെയായിരുന്നു? നിനക്ക് വല്ല യോഗ്യതയുണ്ടോ യവനെ ചുടാൻ? എന്തൊരു ശാന്തത രമേശായൻ. നിനക്ക് വല്ല യോഗ്യതയുണ്ടോ എവളെ ചുടാൻ? അപ്പോഴേക്കും ആൻറ്റി കണ്ണൂർന്ന് കേൾക്ക്, നല്ലൊരു കാര്യം പറയുമ്പോൾ 25 വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ് പറഞ്ഞാട്ടെ? 25 വർഷം മുമ്പ് അപ്പൻ്റെ കയ്യിൽ ഒരു അങ്കി കൊടുത്ത് വിട്ടിട്ട്, പാപ്പാ ഈ അങ്കി ആരുടേതാണെന്ന് ഒന്ന് നോക്കണമേ എന്ന് പറയാൻ ലീഡർഷിപ്പ്, എന്ന് പറയാൻ നേതൃത്വമെടുത്ത യഹൂദ എന്താണ്, പാപ്പാ ഇത് ഞങ്ങൾക്ക് കിട്ടി, ഇതാരുടെ അങ്കിയാണെന്ന് ഒന്ന് നോക്കണമേ എന്ന് പറഞ്ഞ് അപ്പനെ വേദനിപ്പിച്ച യഹൂദയുടെ അടുക്കലേക്ക് അവൻ ഒരങ്കി കൊടുത്തെങ്കിൽ 1:3 മുട്ടമ്മേരിക്കണം കൂട്ടാ, മുട്ടമ്മേരുന്നാലേ കിട്ടത്തുള്ളൂ. 1:3 ഒരങ്കി കൊടുത്തതിന് പകരം ഒരു മോതിരം, 2 മോതിര ചരട്, 3 വടി, 3 കൊടുത്തിട്ട് ആ പെണ്ണ് ചോദിച്ചു, ഇതാരുടേതാണെന്ന് ഒന്ന് നോക്കണമേ, ഇതാരുടേതാണെന്ന് ഒന്ന് നോക്കണേ, ഇതാരുടേതാണെന്ന്. വളരെ ഭയത്തോടെ ഞാൻ പോസ്റ്റോടുത്ത് പറയട്ടെ, വേറുള്ളവരോട് വിരൽ ചുണ്ടുമ്പോൾ, മറ്റുള്ളവർക്കെതിരെ നാക്ക് വളയ്ക്കുമ്പോൾ, അമ്മാമേ ചേച്ചി മറ്റുള്ളവർക്കെതിരെ കഥ പറയുമ്പോൾ ഓർത്തുള്ള 1:3 3 മടങ്ങായിട്ടായിരിക്കും നിന്റെ വീട്ടിൽ അത് വരുന്നത്, നിന്റെ ജീവിതത്തിൽ വരുന്നത്. അവളെ കൊണ്ടുപോവാ, ഇപ്പൊ തന്നെ ചുട്ടുകളയാം എന്ന് പറഞ്ഞപ്പോൾ ഈ 3 കാര്യം അവൾ കൊടുത്ത് വിട്ട് ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഫയർ എൻജിൻ വന്ന് ആ തീ അണച്ചു. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്നത് മുഴുവൻ ഇന്ന് പകൽ എൻ്റെ കർത്താവ് അണച്ചു കളയുക. ദൂത് നിനക്കുള്ള ഈ ആഴ്ചത്തെ പ്രവചനം, നീ ഭയപ്പെടുന്നത് സംഭവിക്കയില്ല. വേണ്ടേ? നീ ഭയപ്പെടുന്നത് സംഭവിക്കയില്ല. നിനക്ക് നേരെ വിരൽ ചൂണ്ടുന്ന വിരലുകളെ എൻ്റെ കർത്താവ് ഈ ഒക്ടോബറിൽ മടക്കുവാൻ പോകുന്നു. അയ്യോ, ഇത് വേറെ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് ജനം ഇരിക്കത്തില്ലായിരുന്നു കേട്ടോ. നിനക്ക് നേരെ ശബ്ദിക്കുന്ന നാവുകളെ എൻ്റെ ദൈവം മിണ്ടാതാക്കാൻ പോകുന്നു. കല്ലെറിയാനും ചുടാനും തകർക്കാനും വന്നവരെ കർത്താവ് മിണ്ടാതാക്കി. അവളെ വീണ്ടെടുത്ത ദൈവത്തിൻ്റെ കൃപ. മക്കളെ, കണ്ണ് തുറന്ന് നോക്ക്. 900 പാപവും കുറവും കുറ്റവും നിനക്കൊണ്ടെന്ന് ചെകുത്താനും മനുഷ്യനും പറഞ്ഞാലും ഇന്ന് കൽക്കാലം യേശുവിൻ്റെ രക്തം സംസാരിക്കുന്നു. യേശുവിൻ്റെ രക്തം പറയുന്നു. സ്വിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് അല്ല, റിസർവ് ബാങ്കിൻ്റെ കറൻസി അല്ല. ഓ, വെള്ളിയേക്കാൾ പൊന്നിനേക്കാൾ വിലയേറിയ തൻ്റെ വിലയേറിയ രക്തത്താൽ, ഇമ്മാനുവേലിൻ്റെ സിരകളിൽ ഒഴുകിയ വിലയേറിയ രക്തത്താൽ നിന്നെ അവൻ വീണ്ടെടുത്തിരിക്കുന്നു. ജപ്പാൻ കൊറിയൻ കടലിടുക്കിൽ എത്രയോ നൂറുകണക്കിന് അമേരിക്കൻ വിമാനം 2ാം ലോക മഹായുദ്ധത്തിൽ തകർന്നു വീണു. ബിൽ ക്ലിൻ്റൺ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ആരാണ്ട് സജസ്റ്റ് ചെയ്തു, പഴയ വിമാനങ്ങളെ പൊക്ക്, എന്തെങ്കിലുമൊക്കെ കിട്ടും. പക്ഷെ പുതിയ വിമാനം
മേടിക്കുന്നതിനേക്കാൾ, പുതിയ വിമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ 2 മടങ്ങ് ചിലവാണ് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഴയതിനെ പൊക്കുന്നത്. അത് വീണത് പോയെന്നേ, അതിൻ്റെ പകുതിയുടെ പകുതി മതിയെന്നേ, അതിനേക്കാൾ നല്ലതുണ്ടാക്കാൻ. ആ വീണത് പൊക്കാൻ അമേരിക്കയ്ക്കൊരു പ്രോഗ്രാം ഇല്ല. എന്നാൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി നിന്നെ സഹോദരനെ വീണ്ടെടുക്കാൻ, നിന്നെ സഹോദരനെ വീണ്ടെടുപ്പാൻ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്. ഞാൻ നിർത്തി, ഒറ്റ മിനിറ്റ്. താമാർ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, താമാർ. അതെ, കൃപയാൽ നീതീകരണം, അതാണ് സബ്ജക്റ്റ്. കൃപയാൽ നീതീകരണം, സ്തോത്രം. അതേ, നോക്ക്, തമാർ. തമാർ എന്ന പദത്തിനർത്ഥം പന എന്നാണ്. തമാർ എന്ന പദത്തിനർത്ഥം പറഞ്ഞാട്ടെ, പന. എന്തുവാ? ഈന്തപ്പന. പന എന്നാണ് അതിൻ്റെ അർത്ഥം. പനേ, പനേ, പനേ. നീ എവിടെയാ ജനിച്ചു വളർത്തപ്പെട്ടത്? അതെ, ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് കോട്ടൂർ വനത്തിലല്ല. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് അങ്ങ് ദൂരെ മരുഭൂമിയിലാണ്. എൻ്റെ സർക്കംസ്റ്റാൻസസ് മോശമാണ്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് വിൻ്റർ ആകുമ്പോൾ ഒരു -3 -2 ഒക്കെയാണ്. സമ്മർ ആകുമ്പോൾ 55. എക്സ്ട്രീം കോൾഡും എക്സ്ട്രീം ഹോട്ടും എക്സ്ട്രീം ക്ലൈമറ്റിലാണ് ഞാൻ ജീവിച്ചു വന്നത്. എക്സ്ട്രീം, ഈ പവർഫുൾ പീപ്പിളിനെ കാണണോ? അവർ വന്നത് സെമിനാരിയിൽ നിന്നല്ല, എക്സ്ട്രീം ബാഡ് വെതറിൽ, എക്സ്ട്രീം ക്ലൈമറ്റിൽ നിന്നാണ് അവർ കയറി വന്നത്. മാത്രമല്ല, പന ഒറ്റത്തടി വൃക്ഷമാണ്. അത് മാവും പ്ലാവും മഹാഗണിയും പോലെ പല ബ്രാഞ്ചുള്ളതല്ല, പല ബ്രാഞ്ചില്ല. ജിസം കേട്ടോ, പല ബ്രാഞ്ചില്ല, അത് ഒറ്റത്തടിയാണ്. ഈ സ്ഥാപനത്തിൽ ബ്രാഞ്ചുകളില്ല എന്ന് ഇത് അവസാന അറിയിപ്പാകുന്നു. അർത്ഥം, 2 പേര് തൊട്ട് പറഞ്ഞാട്ടെ, എന്നെപ്പോലെ വേറൊരാളില്ല. പെട്ടെന്ന് പറഞ്ഞേ, പറ, മൂത്തോക്കി പറ. എന്നെപ്പോലെ വേറൊരാളില്ല. എന്നെപ്പോലെ ആകാൻ ശ്രമിക്കുന്നവരുണ്ട്, പക്ഷേ എന്നെപ്പോലെ വേറൊരാളിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. എക്സ്ട്രീം വേസ്റ്റ് ക്ലൈമറ്റിൽ എന്നെപ്പോലെ ഞാൻ യുണീക്കാണ്, നീ യുണീക്കാണ്. നിൻ്റെ പാട്ട് യുണീക്കാണ്, നിൻ്റെ പ്രസംഗം യുണീക്കാണ്, നീ ചർച്ച നടത്തുന്നത് യുണീക്കാണ്, നീ പ്രവചിക്കുന്നത് യുണീക്കാണ്. ഡാനി, നീ കൈയടിക്കുന്നത് യുണീക്കാണ്, നീ അന്യഭാഷ പറയുന്നത് യുണീക്കാണ്. മക്കളെ പറ, നീ പ്രവചിക്കുന്നത് യുണീക്കാണ്, നീ ഒരു ഹൗസ് വിസിറ്റ് ചെയ്താൽ യുണീക്കാണ്. മറ്റുള്ള അച്ചാച്ചന്മാരെ പോലെയല്ല, മറ്റുള്ള ചേച്ചിമാരെ പോലെയല്ല. സൈന്യം കൊണ്ടും ശക്തി കൊണ്ടും നടക്കാത്തത് ദൈവം നിന്നിലൂടെ ദൈവത്തിന്റെ കൃപയാൽ സംഭവിക്കുന്നു, ചെയ്യുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. നിർത്തി. അവസാനമായി പന. സ്തോത്രം. തമാർ എന്ന വാക്കിനർത്ഥം പന. മരുഭൂമിയിൽ ഭയങ്കര കാറ്റാ കുട്ടി. കഴിഞ്ഞ ആഴ്ച നല്ല കാറ്റായിരുന്നു. അയ്യോ, മരുഭൂമിയിൽ ഭയങ്കര കാറ്റാ. മരുഭൂമിയിൽ വളർന്ന വല്ല പ്ലാവോ അയണിയോ മാവോ ഒക്കെ ആയിരുന്നെങ്കിൽ എപ്പോൾ തുന്നമ്പാടി അഡ്രസ്സ് പോയി എന്നറിഞ്ഞാൽ മതി. പക്ഷെ പനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഓല ഇങ്ങനെ വളഞ്ഞ് വരുന്നത് കാണുമ്പോൾ ചെകുത്താൻ പറയും, ഇനി കാണത്തില്ലടാ. എൻ്റെ തടി വളയുമ്പോൾ നാട്ടുകാർ പറയും, ഇനി ഉണ്ടാകത്തില്ലടാ. പക്ഷേ പന പറയും, കുറേ വളഞ്ഞതാ, കുറേ കണ്ടതാ, ഞാൻ നിന്നതല്ല. ഈ മേലെ വേരുള്ളതുപോലെ എനിക്ക് താഴെ അണ്ടർനീത്ത് സോയിൽ, എനിക്ക് കാണുന്ന മണ്ഡലത്തിൽ മാത്രമല്ല കാണാത്ത മണ്ഡലത്തിൽ ഗ്രിപ്പുള്ളത് കൊണ്ട് ഞാൻ വലയുമായിരിക്കും, ഞാൻ വളയുമായിരിക്കും. പക്ഷെ എന്നെ നിർത്തിയൊരു ദൈവമുണ്ട്. ഞാനിവിടെ തന്നെ കാണും. നീ വലയുമായിരിക്കും, നീ വളയുമായിരിക്കും. നിൻ്റെ ചങ്ക് പൊട്ടുന്ന വേദന പോലെ നിനക്കുണ്ടായിരിക്കും. ചിലപ്പോൾ നീ ചോദിക്കും, എത്ര കാലം കാത്തിരിക്കണം കർത്താവേ, എത്ര നാൾ കാത്തിരിക്കണം? വേറെ ആർക്കുമില്ലാത്ത ഡബിൾ പെയിനാണ് എനിക്കുള്ളത്. ഓ ഏറിൻ്റെ പെയിൻ, ഓനാനിൻ്റെ പെയിൻ, ഓ അമ്മായിയപ്പൻ്റെ ചീറ്റിങ് പോലെ ഞാനിതാ സ്തോത്രം ഉടഞ്ഞ് തകർന്നിരിക്കുന്ന. എന്നാൽ നിനക്ക് നീതി വരുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, നിനക്ക് നീതി വരുന്നത് വഞ്ചിയൂർ കോടതിയിൽ നിന്നല്ല, നിനക്ക് നീതി വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്.